യേശുവിന്റെ ചിത്രം നൽകി CPM സ്വീകരിച്ച KV തോമസിന് അടിമത്ത കുരിശെന്നും തോമസിന് ഇനി പീഡാനുഭവകാലമെന്നും സ്വാനുഭവത്തിന്റെ ഓർമ്മയിൽ ചെറിയാൻ ഫിലിപ്പ് ആവർത്തിച്ച് ശപിക്കുന്നുണ്ട്. ആ ചിത്രം ഒരു സാധാരണ ക്രിസ്തു ചിത്രമല്ല. അത് ജെറുസലേമിൽ ഒലിവുമലയുടെ ചാരത്തുള്ള ഗെത്സമൻ തോട്ടത്തിൽ വരാനിരിക്കുന്ന കൊടുമയുടെ അറിവിൽ നിർനിമേഷനായിരിക്കുന്ന യേശുവിന്റെ അവസാന പ്രാർത്ഥനാ ചിത്രമാണ്. കൂടെയിരുന്ന സെമിനാറിൽ പങ്കെടുത്ത MK സ്റ്റാലിന് കാളപൂട്ടുന്ന കർഷകനെ നൽകിയ ഭൗതികവാദി പാർട്ടി എന്തേ തോമസിന് ക്രിസ്തു ചിത്രം നൽകി എന്ന ദോഷേകതൃക്കുകളുടെ ചോദ്യമൊക്കെ പോകട്ടെ. ആ ക്രിസ്തു ചിത്രമോ അതിൻ്റെ വ്യംഗ്യമോ ദോഷേകതൃക്കുകളുടെ ചോദ്യമോ ഒന്നും അലട്ടാത്തവണ്ണം KV തോമസ് ഉയർന്ന വിധാനത്തിൽ ഒരു സ്വർഗ്ഗലോകത്താണ്. ലോക്സഭയിലേക്കുള്ള വാതിലടഞ്ഞ് രാജ്യസഭയിലേക്ക് വായിൽ വെള്ളമൂറുന്ന കൊതിയോടെ കണ്ണും നട്ട് അതുമെറിക്കാതെ ജന്മാവകാശമായ അധികാരം കിട്ടാതെ കൈവറച്ചിരിക്കുമ്പോൾ ചുകപ്പനാകാശത്ത് അശരീരി അധികാരത്തിന്റെ അഭയമില്ലാത്തവനെ തോമസെ നിനക്കായിതാ തുറക്കുന്നു ചുവപ്പൻ കവാടങ്ങൾ. കേട്ടപാതി കേൾക്കാത്ത പാതി കണ്ണൂരേക്ക് വണ്ടി പിടിച്ച തോമസിന് ഇപ്പോൾ ആഘോഷത്തിന്റെ നാളുകൾ. രാഷ്ട്രീയമായ അപ്രസക്തമായ ജീവിത സായാഹ്നത്തിലൊരു വേദിയിൽ രാജകീയ വരവേൽപ്പ്. വാർത്തയിലെമ്പാടും വെണ്ടയ്ക്കാ നിർത്തിയ തലക്കെട്ടുകൾ. ചുറ്റും ചാനൽ ക്യാമറകളുടെ വെള്ളി വെളിച്ചത്തിൽ ഞാൻ ശക്തനെന്നിപ്പോൾ മനസ്സിലായില്ലേ എന്ന ആത്മരതിയിൽ ആറാടി നിൽക്കുമ്പോൾ തോമസ് മാഷ് ഒന്ന് സ്വയം നോക്കണം. പാർട്ടി കോൺഗ്രസ് വേദിയിൽ വലിയ വായിൽ പറഞ്ഞ സഖാക്കളെ എന്നുള്ള വിളിയിൽ ലവലേശമുണ്ടോ മാഷേ സത്യത്തിന്റെ അംശം? പിണറായി വിജയനാണ് ലോകത്തിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രിയെന്നും കേരളയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ വികസനമെന്നും വാഴ്ത്തിയ വാഴ്ത്തുപാട്ടിൽ ആത്മാർത്ഥതയുടെ അരക്കഴഞ്ച് തരിമ്പെങ്കിലുമുണ്ടോ എന്നൊരാത്മപരിശോധന നല്ലതാണ്. ആയാറാം ഗയാറാം ആമാശയ ദാർശനികതയിൽ അധമ രാഷ്ട്രീയത്തിന്റെ വഴികളിൽ അത്തരം ചിന്തകൾ അപ്രസക്തമെങ്കിലും ഗത്സമൻ തോട്ടത്തിലെ ക്രിസ്തുവിനെ കയ്യിൽ പിടിച്ച് ഒറ്റുകാരൻ യൂദാസിന്റെ പണി കാട്ടാമോ തോമസേ? ഇത് വിശുദ്ധവാരമല്ലേ? പ്രിയ പ്രേക്ഷകർക്ക് സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, അഡ്വക്കേറ്റ് N. ലാൽകുമാർ, മാധ്യമപ്രവർത്തകരായ ശ്രീ N. ശ്രീകുമാർ, ശ്രീ ജേക്കബ് ജോർജ് എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പോകുന്നു. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയ ഇത് പ്രഖ്യാപിത ശത്രു എന്ന് നിങ്ങളുടെ KPC അധ്യക്ഷൻ പരസ്യമായി പ്രഖ്യാപിച്ച ഒരാൾ ഇപ്പോഴും എന്തുകൊണ്ടാണ് നിങ്ങളുടെ പാർട്ടിയുടെ പരമോന്നത സമിതിയിൽ അംഗമായിരിക്കുന്നത്? ഈ ദിവസവും ഈ മണിക്കൂറിലും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. ശ്രീ ഹാഷ്മി, അദ്ദേഹം കോൺഗ്രസിൻ്റെ AICC എന്ന് പറയുന്ന പരമോന്നത സമിതിയിൽ ഇരിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ്. ഈ പാർട്ടി CPM പോലെ ഒരു പാർട്ടിയല്ല. അതായത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് പുറത്താക്കുന്ന പാർട്ടിയല്ല. ഈ പാർട്ടിക്കൊരു വ്യവസ്ഥിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വ്യവസ്ഥിതിയിലൂടെ മാത്രമാണ് അദ്ദേഹം ഈ നിയമിക്കപ്പെടുന്നത്. വ്യവസ്ഥിതിയിലൂടെ ആകുമ്പോൾ അദ്ദേഹം പുറത്താക്കപ്പെടുന്നത് വ്യവസ്ഥിതിയിലൂടെ തന്നെയാണ്. പിന്നെ താങ്കളുടെ ഇൻട്രോയൊക്കെ ഞാൻ കേൾക്കുകയായിരുന്നു. ഇപ്പോൾ തോമസ് മാഷ് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ രാഹുൽ. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒറ്റവാക്കിൽ താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് കോൺഗ്രസ് പാർട്ടിയുടേതായ ഒരു വ്യവസ്ഥതയുണ്ട്. ആ വ്യവസ്ഥതയിലൂടെ മാത്രമേ ഒരാൾക്കെതിരെ നടപടി എടുക്കാൻ കഴിയുകയുള്ളൂ. അതാണ് അതിൻ്റെ ഒറ്റവാക്കിലുള്ള മറുപടി. ഇല്ല, ഇപ്പോൾ സാധാരണ ഒരാൾ കാണിക്കുന്ന അച്ചടക്കലംഘനം പോലൊരു അച്ചടക്കലംഘനമല്ലല്ലോ അത്. ഇയാൾ ശത്രുവാണ്, ഇയാൾ പാർട്ടിയുടെ ശത്രുവാണ്, ഇയാൾ പ്രഖ്യാപിക്കപ്പെട്ട പാർട്ടിയുടെ ശത്രുവാണ് എന്ന് K. സുധാകരൻ പരസ്യമായി ആവർത്തിക്കുമ്പോൾ ഈ മുക്കുവ കുടിലിൽ പിറന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ആസ്തി പരിശോധിക്കണം എന്നൊരു മുതിർന്ന നേതാവ് പറയുമ്പോൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ K. സുധാകരൻ നിലകൊള്ളുന്ന പാർട്ടിയുടെ പരമോന്നത സമിതിയിൽ അംഗമാണ് എന്നുള്ളതൊരു അസ്വാഭാവികം തോന്നുന്നില്ല. അത് കോൺഗ്രസ് ആയതുകൊണ്ട് നിൽക്കുന്നു എന്ന മറുപടി മതിയോ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ? അല്ല, കോൺഗ്രസ് പാർട്ടിക്ക് അതിനകത്തൊരു വ്യവസ്ഥതയുണ്ടല്ലോ. ഇപ്പോൾ CPM അല്ലെങ്കിൽ മാതൃഭൂമി ചാനൽ ഒരാൾക്കെതിരെ നടപടിയെടുക്കുന്ന പോലെ കോൺഗ്രസ് നടപടിയെടുക്കണമെന്ന് താങ്കൾ വാശി പിടിക്കുന്നതിന് KPCC AICC അംഗം എന്ന നിലയിൽ ശ്രീ KV തോമസിനെതിരായിട്ടുള്ള കുറ്റാരോപണങ്ങൾ, അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങളെല്ലാം AICCക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഇനി AICCക്ക് ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറിലൂടെയാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കേണ്ടത്. പിന്നെ താങ്കൾ പറഞ്ഞു മുക്കുവക്കുടിൽ നിന്ന് KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞത്. താങ്കൾ ആ പ്രസ്താവന ഒന്നുകൂടി എടുത്ത് നോക്കണം. മുക്കുവക്കുടിൽ നിന്ന് ശ്രീ KV തോമസ് തന്നെ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ താങ്കൾ അങ്ങനെയൊക്കെ ശ്രീ തോമസ് മാഷോടും താങ്കളോടും എനിക്ക് പറയാനായിട്ടുള്ളത്, അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട് കോൺഗ്രസ്സുകാരെല്ലാം അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ ഈ പാർട്ടിയിൽപ്പെട്ട ആളുകളൊക്കെ ആക്ഷേപിക്കുന്നു. അദ്ദേഹം എങ്ങോട്ടാണ് ഈ സെമിനാറിൽ ഇത്ര വ്യഗ്രതയോടുകൂടി കടന്നിരുന്നത്? അദ്ദേഹത്തെ തിരുത തോമയെന്ന് ആദ്യമായി വിളിക്കുന്ന ഏതെങ്കിലും ഒരു സൈബർ കമ്മ്യൂണിസ്റ്റുകാരനല്ല കേട്ടോ.
അദ്ദേഹത്തെ ആദ്യമായി തിരുത തോമയെന്ന് 996 തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ വിളിക്കുന്ന നേതാവിന്റെ പേര് VS അച്യുതാനന്ദൻ തന്നെയാണ്. കേരളത്തിലെ എല്ലാ കാലഘട്ടത്തിലും എതിർ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളെ ഏറ്റവും രൂക്ഷമായ ജാതി അധിക്ഷേപം നടത്തുന്ന സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളുകളെ പോലും ഇപ്പോൾ ആഞ്ചലോസിനെയൊക്കെ മീൻ പെറുക്കി ചെറുക്കൻ എന്ന് പറഞ്ഞ് വംശീയാക്ഷേപം നടത്തിയ VS അച്യുതാനന്ദനാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് തിരുത തോമ എന്ന് വിളിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രസമ്മേളനത്തിലൂടെയൊക്കെ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തെ ഫ്രഞ്ച് ചാരക്കേസിലെ ഫ്രഞ്ച് ചാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്, അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക്, അദ്ദേഹം സഞ്ചരിക്കുന്ന വഴികളിലേക്കൊക്കെ അതിശക്തമായ പ്രതിഷേധം നടത്തിയ പ്രസ്ഥാനത്തിന്റെ പേരെന്താ? CPM എന്ന. ഇനി മറ്റൊരു തെരഞ്ഞെടുപ്പ് വേളയിൽ ഇസ്രയേലും പലസ്തീനും തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ ഇദ്ദേഹത്തെ പലസ്തീൻ ചാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വീടുകൾ കയറി ഇറങ്ങി പ്രതിഷേധം നടത്തിയ പാർട്ടിയുടെ പേരും CPM എന്ന് തന്നെയാണ്. ഇദ്ദേഹത്തിനെതിരെ 332 കോടി രൂപയുടെ ഹവാല ഇടപാടുകാരനാണ് തോമസ്, അഴിമതിക്കാരനാണ് എന്ന് വിളിച്ചു പറഞ്ഞ മുന്നണിയെ പോയിട്ടാണ് അദ്ദേഹം വാരി പിണരുവാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നത്. അതിനകത്തൊന്നും ഞങ്ങൾക്ക് പരാതിയില്ല. പിന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇന്നലെ മുദ്രാവാക്യം വിളിച്ച ഇതേ DYFI-കാർ തന്നെയല്ലേ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തിന് നേരെ കരിയോയിലൊഴിച്ചത്? ആ പാർട്ടിയിലേക്കാണ് അദ്ദേഹം പോകുന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടിയെതിരായ ഒരു ശൈലിയുണ്ട്. പിന്നെ അത് അങ്ങ് പറഞ്ഞില്ലേ മുക്കുവക്കുടലിൽ പറന്നു വന്ന് ആ കേസുദാന്റെ വാക്കുകളൊന്ന് പ്ലേ ചെയ്യൂ. ഒന്നുമില്ലാത്ത ഒരു കുടിയിൽ നിന്ന് പാർട്ടിക്കകത്ത് കടന്നു വന്ന KV തോമസ് എന്ന് പറയുന്ന നേതാവ് ഇന്ന് അദ്ദേഹം വളരെ സമ്പന്നനാണ്, ജീവിക്കാനുള്ള നല്ല മാർഗം കണ്ടെത്തിയ ആളാണ്. അദ്ദേഹം ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? അദ്ദേഹം തന്നെ നിങ്ങളോട് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനൊരു മുക്കുവക്കുടിവിൽ നിന്ന് വന്നതാന്ന് പറഞ്ഞല്ലോ. ആ കുടിൽ നിന്ന് വന്നയാളുടെ ആസ്തി എത്രയാണെന്ന് പരിശോധിക്കണം, അപ്പോൾ മനസ്സിലാവും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും AICC അംഗമായിരിക്കുന്ന ആളാണ്. മുക്കുവക്കുടിൽ വന്ന ആളെ KV തോമസ് പറയുന്നത് പോലെ മുക്കുവക്കുടിൽ വന്ന ആളുടെ ആസ്തി പരിശോധിക്കണം എന്ന് KPC അധ്യക്ഷൻ പറയുകയാണ്. KPC അധ്യക്ഷൻ മലർന്നു കിടന്ന് തുപ്പുകയല്ലേ? ഇപ്പോഴും കോൺഗ്രസിന്റെ AICC അംഗമാണ്. അദ്ദേഹത്തെ പുറത്താക്കിയിട്ട് പറഞ്ഞാൽ അത്രയും മര്യാദയുണ്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. ശ്രീ ഹാഷ്മി, ഇപ്പോൾ ഈ വിഷ്വൽ പ്ലേ ചെയ്തത് നന്നായി. ഇത് ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു വിചാരണ കൂടിയാണല്ലോ. താങ്കൾ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് താങ്കൾ തന്നെ പ്രദർശിപ്പിച്ച വീഡിയോയിലൂടെ തെളിയിക്കപ്പെടുകയല്ലേ? കെ സുധാകരൻ മുക്കുവക്കുടിൽ പിറന്നയാളാണ് KV തോമസ് എന്ന് പറഞ്ഞു എന്ന് താങ്കളുടെ സ്റ്റേറ്റ്മെന്റാ. ഇപ്പൊ ആ വീഡിയോയ്ക്കകത്ത് എന്താ അദ്ദേഹം പറയുന്നത്? ഞാൻ പറഞ്ഞതുപോലെയല്ലേ അദ്ദേഹം പറഞ്ഞത്? ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞത്. താങ്കൾ ചർച്ച നമ്മൾ അതിനെപ്പറ്റി വീണ്ടും ഒരു ഡിബേറ്റ് ചർച്ചയ്ക്ക് ശേഷം പിന്നെ KV തോമസ് എന്ന AICC അംഗത്തിന്റെ തുടക്കത്തിലുള്ള സ്വത്തും ഇപ്പോഴുള്ള ആസ്തിയും പരിശോധിക്കണം എന്ന് കെ സുധാകരൻ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിപ്രായമുണ്ടോ? ആസ്തി പരിശോധിക്കണോ? സ്വാഭാവികമായിട്ടും അല്ല, ആസ്തി പരിശോധിക്കണമെന്ന് KPCC പ്രസിഡന്റ് നിങ്ങളുടെ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടല്ലേ പറയുന്നത്? അദ്ദേഹത്തിന് ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് ഇപ്പോൾ കാണുന്ന ആസ്തിയിലേക്ക് അദ്ദേഹം വളർന്നത് ഈ പാർട്ടിയിലൂടെയാണ് എന്ന് പറയുമ്പോൾ ഈ പാർട്ടിയെ വെച്ചുകൊണ്ട് അദ്ദേഹം അഴിമതി നടത്തിയെന്ന് മാത്രമാണോ അതിന്റെ അർത്ഥം? അദ്ദേഹം 10-30 വർഷക്കാലം ഈ രാജ്യത്തെ നിയമസഭയിലും പാർലമെന്റിലും അടക്കം ജനപ്രതിനിധിയായിരുന്ന മന്ത്രിയായിരുന്ന ഒരു വ്യക്തിയുടെ മാസാമാസമുള്ള ശമ്പളം മാത്രം മതി മെച്ചപ്പെട്ട ഒരു ജീവിതശൈലി ഉണ്ടാക്കാനായിട്ട്. ഈ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനപ്രതിനിധികൾക്കൊക്കെ നല്ല ശമ്പളമാണ്. ഇപ്പോൾ ശ്രീ ഹാഷ്മി താജ് ഇബ്രാഹിം, താങ്കൾ മാധ്യമപ്രവർത്തനം തുടങ്ങുന്ന അതേ ജീവിത സാഹചര്യത്തിലൂടെയാണോ താങ്കൾ ഇപ്പോൾ ജീവിച്ചു പോകുന്നതല്ല? അത് താങ്കൾ അഴിമതി കാണിച്ചു അല്ലെങ്കിൽ വാർത്തകൾ വിറ്റു എന്നാണോ അതിന്റെ അർത്ഥമല്ല. താങ്കളുടെ ജീവിത സാഹചര്യം താങ്കൾ അധ്വാനിച്ച് ജോലി ചെയ്തതിന്റെ ഭാഗമായിട്ട് മെച്ചപ്പെട്ടു. നിങ്ങളുടെ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറയുന്നത്. പിന്നെ കെ സുധാകരൻ ഒരല്പം വികാരം ഉണ്ടാകുമെന്നേ. കാരണം എന്തുകൊണ്ടാണ് ഈ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം, ഇപ്പോൾ CPM-ന്റെ സെമിനാറിനകത്ത് പോകാമോ പാടില്ലയോ എന്നുള്ളത് നമുക്ക് വേറെ ഡിബേറ്റ് ചെയ്യാം. അത് എവിടെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞങ്ങളുടെ ഷുഹൈബ് അടക്കം, ഞങ്ങളുടെ സജിത്ലാൽ അടക്കം, ഞങ്ങളുടെ നാരായണേട്ടൻ അടക്കം, ഞങ്ങളുടെ തമ്പിയേട്ടൻ അടക്കമുള്ള ഏതാണ്ട് 68ഓളം കോൺഗ്രസിന്റെ പ്രവർത്തകരെ വെട്ടിക്കൊന്ന മണ്ണ് കണ്ണൂർ. ആ വെട്ടിക്കൊന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റുകൾ. അവരോടൊപ്പം പോയിരുന്നിട്ട് ജനാധിപത്യത്തെ പറ്റി സംവദിക്കാനൊന്നും ഒരു സാധാരണ കോൺഗ്രസ്സുകാരന് കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് ചിലപ്പോൾ ആ മണ്ണിൽ ആ പ്രവർത്തകരെ ചേർത്ത് പിടിച്ച ഒരു നേതാവ് എന്ന നിലയിൽ ചിലപ്പോൾ മറ്റ് നേതാക്കന്മാർ സംസാരിക്കുന്നത് പോലെയുള്ള ആ ഒരു പക്വതയിലോ ആ പോളിഷ്നെസ്സിലോ ശ്രീ കെ സുധാകരന് സംസാരിക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം പലപ്പോഴും മാഹിപ്പാലത്തിൽ പോയി ഈ മരിച്ചു വീണ പാവപ്പെട്ട പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ ചേതനേറ്റ ശരീരം ഏറ്റുവാങ്ങിയ വ്യക്തിയുടെ പേര് കെ സുധാകരൻ എന്നാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന് ആ തരത്തിലുള്ള ആവേശമുണ്ടാകും. ഇവിടെ എന്താ ശ്രീ ഹാഷ്മി പ്രശ്നം? ഇവിടെ CPM ചെയ്യുന്നത് പോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിലക്കുകൾ ഞങ്ങൾ നടത്തുന്നുണ്ടോ? ഇപ്പൊ പോട്ടെ, താങ്കൾ എനിക്ക് സമയം തരണം. ബാക്കിയുള്ള ആളുകളെല്ലാം, പാനലിലുള്ള ആളുകളെല്ലാം എങ്ങനെയാണെന്ന് അറിയാലോ. ഇപ്പൊ
ഹാഷ്മിയെ ഞാൻ നിരവധി പരിപാടികൾക്ക് ക്ഷണിച്ചിട്ടുള്ളയാളാ. എന്താ താങ്കൾ ചെയ്യുന്നത്? താങ്കൾ എന്നോട് പറയുന്ന മറുപടി എന്താ? നമ്മൾ തമ്മിലുള്ള സൗഹൃദമുള്ളപ്പോഴും താങ്കൾ പറയും ഞാൻ മാതൃഭൂമിയിൽ ചോദിക്കട്ടെ, താങ്കൾ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിൽ ചോദിക്കട്ടെ എന്ന് താങ്കൾ പറയും. ആ പ്രസ്ഥാനം അനുവദിച്ചാൽ മാത്രമേ താങ്കൾ ഞാൻ ക്ഷണിക്കുന്ന പരിപാടിയിൽ വരത്തുള്ളൂ. അപ്പോൾ ജനാധിപത്യത്തിന്റെ 4ാമത്തെ തൂണായ ഒരു മാധ്യമ സ്ഥാപനമായ താങ്കൾ പോലും അങ്ങനെ ചെയ്യുമ്പോൾ ജനാധിപത്യത്തിലെ ആദ്യ തൂണായ ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ഫോറത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുവാൻ കഴിയൂ. ഇനി ആരെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്? ഇപ്പോൾ ഇന്നത്തെ ദിവസം പോലും CPM-കാർ ഈ സെമിനാറിനെ പറ്റിയാണല്ലോ ചർച്ച ചെയ്യുന്നത്. ആരാണിത് പറയുന്നത്? നമുക്ക് ചരിത്രം അങ്ങ് വിസ്മരിക്കാൻ കഴിയുമോ? ഇന്നലെ പിണറായി വിജയൻ ഈ ആളുകളെയും പ്രവർത്തകരെയും ഒക്കെ ഒന്ന് ആവേശപ്പെടുത്താൻ വേണ്ടിയിട്ട് തഗ് ഡയലോഗ് ഇട്ടിട്ട് പറയുക, തോമസിന്റെ മൂക്ക് ചെത്തുമെന്ന് പറഞ്ഞ ആളുകളൊക്കെ എവിടെ? തോമസ് ഇവിടെ എത്തി. ഒന്ന് തോമസിന്റെ മൂക്ക് ചെത്തുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇനിയും തോമസിനെ സംരക്ഷിക്കാൻ അറിയാവുന്ന പിണറായി വിജയനോട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുനാഥനായ വിജയൻ മാഷെ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ആ വിജയൻ മാഷ് മലപ്പുറം പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം, പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സംസ്ഥാന സമ്മേളനം, ആ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു സെമിനാറിൽ പങ്കെടുക്കേണ്ടുന്ന ആളുടെ പേര് വിജയൻ മാഷ് എന്ന, ഉദ്ഘാടനം ചെയ്യേണ്ടുന്ന ആള് അന്ന് ദേശാഭിമാനിയുടെ എഡിറ്റോറിലുള്ള ആളാണ് വിജയൻ മാഷ് എന്ന് ഓർക്കണം. ആ സെമിനാറിന്റെ തലേദിവസമാണ് താങ്കളുടെ മാധ്യമ സ്ഥാപനമായ മാതൃഭൂമിയിൽ വിജയൻ മാഷിന്റെ ഒരു ലേഖനം വരുന്നു. വിജയൻ മാഷിന്റെ ഒരു ലേഖനം അരവും കത്തിയും എന്നാണ് ആ ലേഖനത്തിന്റെ പേര്. സബ്ജക്ട് ടു കറക്ഷൻ, താങ്കൾ തിരുത്തിയാൽ മതി. അരവും കത്തിയും. ആ ലേഖനത്തിനകത്ത് CPM സമ്മേളനങ്ങൾ എന്ന് പറയുന്നത് ഘോഷ് കാണിക്കേണ്ടുന്ന വേദികളല്ല, സമ്മേളനം നടത്തേണ്ടുന്ന രീതിയുണ്ട് എന്ന് അദ്ദേഹം വിമർശിച്ചതിന്റെ പേരിൽ പിണറായി വിജയൻ എന്താ വിജയൻ മാഷോട് ആളെ വിട്ട് പറഞ്ഞത്? അതായത് സഖാക്കന്മാർക്കിടയിൽ താങ്കൾ വരുന്നത് അത്ര സുരക്ഷിതത്വമുള്ള അവസ്ഥയായിരിക്കില്ല, അതുകൊണ്ട് മാഷ് വരരുത്. ഗുരുനാഥനോടാണ് പറയുന്നത്. അപ്പൊ വിജയൻ മാഷിനെ സംരക്ഷിക്കാൻ പറ്റാത്ത പിണറായി വിജയൻ ഇപ്പോൾ വന്നിട്ട് ആരും ഭീഷണിപ്പെടുത്താത്ത തോമസ് മാഷെ ഞാനങ്ങ് സംരക്ഷിച്ചു എന്നൊക്കെ പറയുന്നത് ആര് വിശ്വസിക്കും? എല്ലാം പോട്ടെ. ഇപ്പൊ താങ്കളെ പോലൊരു മാധ്യമപ്രവർത്തകനാണല്ലോ വിനു വി ജോൺ. വിനു വി ജോണിന്റെ വീടിന്റെ പേരൂർക്കടയിലെ വീടിന്റെ വാതിക്കൽ നോട്ടീസ് കൊണ്ടിട്ടിച്ചേക്ക്. എന്താണെന്നറിയാമോ? വിനി വി ജോണിന്റെ എന്ന് പറയുന്ന മാധ്യമ തെമ്മാടിയുടെ അദ്ദേഹത്തെ ഊരുവിലക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്നു. CPM-കാരുടെ വാക്ക. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യനെ വിളിക്കുന്നത് എന്താ? സോഷ്യൽ ബീയിങ്. അതായത് മനുഷ്യന്റെ സാമൂഹികമായ ഇടപെടലുകളെ ഏറ്റവും അധികം ഇല്ലാതാക്കുന്ന ഒന്നാണ് ഊരുവിലക്ക്. ആ ഊരുവിലക്ക് ചർച്ചയുടെ പേരിൽ നടത്തുന്ന ആളുകളാണോ ഞങ്ങളെ പറ്റി പറയുന്നത്? എല്ലാം പോട്ടെ ഹാഷ്മി. TV തോമസും ഗൗരിയമ്മയും പാർട്ടി വിഷയങ്ങൾ കാരണം കൂടി അവർ ബന്ധം വേർപിരിയുമ്പോൾ 2 മന്ത്രിമന്ദിരത്തിൽ മതിൽ പണിഞ്ഞ പാർട്ടിയുടെ പേര് CPM എന്നല്ലേ? ഇതേ TV തോമസ് മൃതപ്രായനായി ക്യാൻസർ രോഗം ബാധിച്ച് മരണാസന്നനായി കിടക്കുമ്പോൾ ആ TV തോമസ് എന്ന് പറയുന്ന ഭർത്താവിനെ അവസാനമായി കാണുവാൻ പോകാനുള്ള അനുമതി KR ഗൗരിയമ്മയ്ക്ക് കൊടുക്കാതിരുന്ന പാർട്ടിയുടെ പേര് CPM എന്നല്ലേ? ബെർലിൻ കുഞ്ഞനന്ദൻ നായർ പിണറായി വിജയന്റെ ജീവിതത്തെ പറ്റി ഒളിക്യാമറയിലൂടെ എന്ന പുസ്തകം എഴുതിയ ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ വീട്ടിൽ പോയി ഒരു നേരം ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് VS അച്യുതാനന്ദനെ വിലക്കിയ പാർട്ടിയുടെ പേര് CPM എന്നല്ലേ? MV രാഘവൻ ഈ പാർട്ടിയിൽ നിന്ന് CPM എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട MV രാഘവന് ഒരു നേരത്തെ ആഹാരം കൊടുത്തതിന്റെ പേരിൽ മാത്രം ദേശാഭിമാനിയുടെ ലേഖകനെ പുറത്താക്കിയ ആളുകൾ, ദേശാഭിമാനി ലേഖകനായിരുന്ന ബാലൻ മാഷിനെ പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത ആളുകൾ ഇപ്പൊ വന്നിരുന്നിട്ട് ജനാധിപത്യത്തെ പറ്റി സംവദിക്കണമെന്നൊക്കെ പറയുന്നത് ഒരു വലിയ തമാശയല്ലേ? അജയ് ഘോഷ് പോട്ടെ, ഇതൊക്കെ പാർട്ടി വിലക്കുകളാണെന്ന് പറയാം. താങ്കളെ പോലൊരു മാധ്യമ പ്രവർത്തകൻ അല്ല, പറഞ്ഞു പൂർത്തീകരിക്കട്ടെ, ഞാൻ പൂർത്തീകരിക്കട്ടെ, ആ പോയിന്റോട് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. താങ്കളെ പോലൊരു മാധ്യമ പ്രവർത്തകനായ അജയ് ഘോഷിന്റെ പുസ്തകം താങ്കൾക്ക് അറിയാമല്ലോ, ചെങ്കൊടിക്ക് തീ പിടിച്ച കാലം. ചെങ്കൊടിക്ക് തീ പിടിച്ച കാലം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പ്രകാശനം, ആ പ്രകാശനത്തെ എത്താമെന്ന് പറഞ്ഞത് MB രാജേഷ്. എനിക്ക് താങ്കൾക്കൊക്കെ അറിയുന്ന ഒരു കാര്യമുണ്ട്, പുസ്തക പ്രകാശനമാകുമ്പോൾ ആദ്യം നമ്മൾ പുസ്തകം വായിച്ചു നോക്കി നമുക്ക് കൂടി യോജിക്കുവാൻ കഴിയുന്ന ഒരു പുസ്തകമാണെങ്കിൽ മാത്രമേ നമ്മൾ പ്രകാശനത്തിന് ഡേറ്റ് കൊടുക്കുകയുള്ളൂ. MB രാജേഷ് ഡേറ്റ് കൊടുത്തു. എന്നിട്ട് അജയ് ഘോഷോട് തന്നെ പറഞ്ഞു നിങ്ങൾ പാർട്ടിയുടെ അനുവാദം വാങ്ങണം. കോടിയേരി ബാലകൃഷ്ണൻ അനുവാദം കൊടുത്തു. അനുവാദം കൊടുത്തതിന് ശേഷം MB രാജേഷ് ആ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കാനായിട്ട് അജയ് ഘോഷോട് പറഞ്ഞ കാരണം താങ്കളൊന്ന് അന്വേഷിക്കണം. പറഞ്ഞത് സൈബർ സഖാക്കൾ എന്നെ വിലക്കി. സൈബർ സഖാക്കൾ വരെ വിലക്കുമ്പോൾ പാർട്ടി ഒരു പുസ്തക പ്രകാശനം പോലൊരു വേദിയിൽ പോകാതിരിക്കുന്ന CPM-കാർ AICC വിലക്കിയ, KPCC വിലക്കിയ ഒരു പരിപാടിയിൽ ഒരാൾ പോകുമ്പോൾ അതിനോട് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്ന, അസ്വസ്ഥത കാണിച്ചിട്ട് ജനാധിപത്യത്തെ പറ്റിയൊക്കെ പറയാൻ പറഞ്ഞാൽ ഞങ്ങളുടെ 10-68 ആളുകളെ ആ ജില്ലയിൽ മാത്രം കൊന്നവന്മാരോട് ഒരു തരത്തിലുള്ള ജനാധിപത്യ സംവാദത്തിന് കേരളത്തിന് വേണ്ടി ഞങ്ങൾ തയ്യാറല്ല. അല്ല, ഞാൻ പറഞ്ഞു ഇതേ വികാരത്തിൽ ഹൈക്കമാൻഡ് മനസ്സിലാവുന്നുണ്ടോ എന്ന ചോദ്യമാണ്. രാഹുൽ, ഞാൻ എല്ലാവർക്കും അർദ്ദ കേരളത്തിൽ ഇന്നേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കിട്ടിയിട്ടുണ്ടോ? അല്ലല്ല, പറഞ്ഞു പോകല്ലേ, റണ്ണിംഗ് കമന്ററി പറഞ്ഞു പോകല്ലേ. ഇല്ല, അങ്ങനെയല്ല. അങ്ങീ പറയുന്ന അതേ വൈകാര്യത്തിൽ ഹൈക്കമാൻഡ് മനസ്സിലാക്കുന്നുവെങ്കിൽ AICC സ്ഥാനത്ത് ഇപ്പോൾ അദ്ദേഹം ഉണ്ടാകുമായിരുന്നില്ല. രാഹുൽ,
ഈ പറയുന്ന എന്ത് പ്രൊസീജിയറിന്റെ കാര്യം പറഞ്ഞാലും ഈ പറയുന്ന ഇതേ വൈകാരികതയിൽ ഒരു ഹൈക്കോടതി രാഷ്ട്രീയ പാർട്ടിക്ക് നടപടി ഒരു രാഷ്ട്രീയ ഇപ്പൊ താങ്കൾ എത്ര വലിയ അച്ചടക്കലംഘനം കാണിച്ചാലും മാതൃഭൂമിക്ക് ഒരു ബൈലോ ഉണ്ട്. ആ ബൈലോയിലൂടെ മാത്രമേ താങ്കളെ പുറത്താക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ മാതൃഭൂമിക്ക് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പോലെ പാർട്ടിക്ക് ഈ പാർട്ടിക്കകത്തൊരു വ്യവസ്ഥയില്ലേ, ആ വ്യവസ്ഥയിലൂടെ തന്നെ പുറത്താക്കാൻ കഴിയുള്ളൂ. അതിനകത്ത് താങ്കൾക്ക് ഇത്ര ആശങ്ക? ശരി, ശ്രീ എൻ ലാൽകുമാർ, കേരളത്തിന്റെ ചരിത്രത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സെമിനാറിന് ഇങ്ങനെ ആദ്യന്തം എല്ലാ ചാനലുകളും ഒരുപോലെ ലൈവ് കൊടുത്തിട്ടുണ്ടാവില്ല. കെ.വി. തോമസ് വരുന്നതിലൂടെ അത് സാധ്യമാകുന്നു. കെ.വി. തോമസിനെ കൊണ്ട് ആ വേദിയിൽ പിണറായി വിജയൻ മഹാനായ മുഖ്യമന്ത്രിയാണെന്നും കേരളയിൽ മഹത്തായ പ്രൊജക്റ്റാണെന്നും പറയുന്നു. ഏറ്റവും ഒടുവിൽ സീതാറാം യെച്ചൂരി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് BJP വിരുദ്ധ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ ഒരു നേതാവിനെ പുറത്താക്കുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ പുറത്താക്കാൻ ആലോചിക്കുന്ന കോൺഗ്രസിന് എങ്ങനെ മതേതരത്തെ പറ്റി പറയാൻ കഴിയും എന്ന് യെച്ചൂരി പറയണം. അപ്പോൾ കെ.വി. തോമസിന്റെ വരവോടുകൂടി CPM ഏതൊക്കെ രീതിയിൽ ഒരു പേപ്പറിൽ വരച്ച വര പോലെ ഡിസൈൻ ചെയ്തോ കൃത്യം അതുപോലെ എല്ലാം നടന്നോ? ശ്രീ ലാൽകുമാർ. ലുക്ക്, ഞാൻ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ഒരു വിഷയത്തിൽ ഒരു മറുപടി പറയണമെന്നൊരാഗ്രഹം. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അതൊന്നും ഈ സബ്ജക്ട് മാറ്ററുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയുന്നില്ല. പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ പറയുന്നതിന് എക്കോ എനിക്ക് കേൾക്കുന്നതൊന്ന് പരിഹരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഞാനങ്ങ് പറഞ്ഞു പോകാം. പക്ഷേ കെ.വി. തോമസിൻ്റെ ആസ്തിയുമായി ബന്ധപ്പെട്ടൊരു കമൻറ്റ് വന്നു. ആ കെ.വി. തോമസിൻ്റെ ആസ്തിയുമായി ബന്ധപ്പെട്ട ഒരു കമൻറ്റ് വന്നു. ആ കമൻറ്റ് കേൾക്കുന്ന ഒരാൾക്കറിയാം ആ കമൻറ്റിൻ്റെ ടോൺ എന്താണ്, സെൻസ് എന്താണ്. അതിപ്പോൾ രാഹുലിന് അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് ആ ടോൺ അംഗീകരിച്ചാൽ രാഹുലിന് ഈ ചർച്ചയിൽ നിന്ന് തടിതപ്പി പോകാൻ പറ്റില്ലാത്തത് കൊണ്ട് രാഹുൽ അതങ്ങ് വേറൊരു അർത്ഥത്തിലേക്ക് മാറ്റി. ഞാൻ രാഹുലുമായിട്ട് ആ വിഷയത്തിലൊരു തർക്കത്തിനില്ല. പക്ഷേ എന്നെ കേൾക്കുന്ന ജനങ്ങളൊന്ന് ആലോചിച്ചാൽ മതി കെ സുധാകരൻ്റെ ടോൺ എന്തായിരുന്നു എന്നുള്ളത്. ആ ടോൺ ശരിയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പ്രസ്ഥാനത്തിനകത്ത് നിന്ന് ഇദ്ദേഹം മോശമായ രീതിയിലുള്ള നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളൊരു വാദമാണോ മുന്നോട്ട് വെക്കുന്നത്? അങ്ങനെ ഒരാൾ ആരോപിച്ചാൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് നേട്ടങ്ങളുണ്ടായി. നേട്ടങ്ങൾ ആർക്കുണ്ടായി? ഇദ്ദേഹത്തിന് വ്യക്തിപരമായ നേട്ടം ഉണ്ടായി. അപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണോ എന്നൊരു ചോദ്യം ഒരാൾ ചോദിച്ചാൽ എന്ത് മറുപടി പറയുന്നൊരു ചോദ്യമാണ് ഇത്. എൻ്റെ വിശ്വാസം ആ ടോൺ ശരിയായിരുന്നില്ല എന്നുള്ള വിലയിരുത്തലാണ് എനിക്കുള്ളത്. രാഹുൽ എൻ്റെ സുഹൃത്തും കൂടാണ്. അദ്ദേഹത്തിന് തിരിച്ചൊരു അഭിപ്രായം പറയുന്നതിൽ എനിക്ക് ഒരു മോശവും അതിനകത്തില്ല. പക്ഷേ രാഹുലിൻ്റെ ഒരു ഗതികേടും എനിക്കറിയാം. അത് അങ്ങനെ പറയാൻ പറ്റുമെന്നുള്ളത് നമുക്കറിയാം. പിന്നെ അടിസ്ഥാനപരമായി ഇവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സെൻസ് മനസ്സിലാക്കാൻ പറ്റിയില്ലെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. കാരണം കെ.വി. തോമസിലെ ഒരു പരിപാടിക്ക് വിളിച്ചത് എന്ത് പരിപാടിക്കാണ് അദ്ദേഹത്തിന് വിളിച്ചത്? ആ പ്രോഗ്രാമിൻ്റെ കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അത് ഫെഡറലിസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ആ ഫെഡറലിസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ആ വേദി പങ്കിടുന്ന മറ്റൊരാളാരാണ്? സ്റ്റാലിനാണ്. അപ്പം നമ്മൾ പറയുന്ന ഒരു കോസ്മോപൊളിറ്റനോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് സംസ്ഥാനങ്ങളോടുകൂടി ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയം നമ്മൾ ഒരുമിച്ച് നേരിടേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് അവിടെ ചർച്ച നടത്തുന്നത്. CPIM മാത്രം അഡ്രസ് ചെയ്യുന്ന ഒരു വിഷയത്തെക്കുറിച്ചല്ല അവിടെ ചർച്ച നടത്തുന്നത്. അതുകൊണ്ടാണ് MK സ്റ്റാലിൻ അവിടെ വരാൻ കഴിയുന്നത്. ആ സ്റ്റാലിനോടൊപ്പം ശശി തരൂരോ കെ.വി. തോമസോ ഇരുന്നാൽ യഥാർത്ഥത്തിൽ ഒരുമിച്ച് നിന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ എന്നുള്ള യുക്തിപരമായ ഒരു ചോദ്യത്തിന് മറുപടി അതെ എന്നുള്ളതാണ് ഉത്തരം. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇവരൊരു അഭിമാന പ്രശ്നമാക്കി ഇത് മാറ്റി എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് എതിർപ്പ് വരുന്നത്. ഇപ്പം കെ.വി. തോമസിനോട് അവിടെ പോകണ്ടെന്ന് പറയാനുള്ള അവകാശം കോൺഗ്രസിനുണ്ട്. അത് പറ്റില്ല, വന്നേ പറ്റൂ എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല. അപ്പം ശശി തരൂർ വന്നില്ല, ശശി തരൂർ മോശമാണെന്ന് നമ്മൾ പറയുന്നില്ല. അദ്ദേഹം വരുന്നില്ല. എനിക്കറിയാമല്ലോ, ഞാനിത് കേൾക്കാത്ത ആളല്ലോ, വാർത്ത കേൾക്കാത്ത ആളല്ലോ. ആ കോൺഗ്രസിന്റെ അനുവാദമില്ല കെ.വി. തോമസിന്. അനുവാദമില്ലാതെ വരുന്ന കെ.വി. തോമസ് പങ്കെടുക്കുന്നത് കോൺഗ്രസ് പ്രതിനിധിയാണ് എന്ന് പറയുന്നു. പിണറായി വിജയൻ വേദി കെ.വി. തോമസിനെ നടക്കില്ല എന്ന് പറയുന്നു. RSകാരനാണെന്ന് പറഞ്ഞാണോ പിണറായി വിളിക്കുന്നേ? ഇതൊക്കെ ഞാനൊന്ന് പറയട്ടെ, അല്ല നിങ്ങൾ പറ. എനിക്ക് സത്യം പറഞ്ഞത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ ഈ കോണ്ടെക്സ്റ്റ് എനിക്ക് അറിയാൻ വയ്യാത്ത ആളല്ലല്ലോ, ആണോ? അതിനിടെ കൂടെ എന്നെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. അത് ഓർമ്മ എനിക്കുള്ള ആളാണ്. ഞാൻ ഈ വാർത്ത കാണുന്ന ആളാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ പറയുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിൻ്റെ ആ സബ്ജക്ട് മാറ്റർ എന്താണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആ സബ്ജക്ട് മാറ്ററിൽ കോൺഗ്രസ്സുകാരനായി തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. ശശി തരൂരിനെ കോൺഗ്രസ് MP ആയിട്ടല്ലേ വിളിച്ചിരിക്കുന്നത്? ഉറപ്പായിട്ടും അതെ. അതിപ്പോൾ AICCക്ക് പെർമിഷൻ എടുത്ത് ചോദിച്ചിട്ടല്ല CPIM വിളിക്കുക. അങ്ങനെയാണോ വിളിക്കുക? അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ പെർമിഷൻ അവരോട്, ആ പാർട്ടിയോട് ചോദിക്കാം.
അത് ഇല്ലാതെ തന്നെ എഗ്രി ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരുന്നു. പിന്നെ വേണ്ടാന്ന് ഒരാൾ വെച്ചു, പക്ഷേ KV തോമസ് വരാം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നു. ഞാൻ പറഞ്ഞത് ഇതൊരു വലിയ ആക്കേണ്ടാത്ത കാര്യമാണെന്ന് ഞാൻ പറയാൻ കാരണം അത് നമ്മൾ ഒരുമിച്ച് നേരിടേണ്ട ഒരു വിഷയമാണ് എന്നുള്ള ബോധ്യം ഇപ്പോഴും ഇവർക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത പ്രസക്തമായി അതിനകത്ത് വരുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ ഈ വേദി പ്രശ്നം എന്ന് പറയുന്നു. അത് CPM-നുണ്ടോ? ഈ പറയുന്ന BJP വിരുദ്ധ മുന്നണിയിൽ കോൺഗ്രസിനെ കൂട്ടാൻ കൊള്ളില്ല ഈ പറയുന്ന BJP വിരുദ്ധ മുന്നണിയിൽ കോൺഗ്രസിനെ കൂട്ടാൻ കൊള്ളില്ല എന്ന് സ്ഥാപിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ് സമാപിക്കുന്നത്. ശ്രീ ലാൽകുമാർ, അതേ വേദിയിലാണ് കോൺഗ്രസ് പ്രതിനിധിയെ വിളിക്കുന്നത്. എന്തിനാണ് ഇരട്ടത്താപ്പ്? ഓഫ് കോഴ്സ് അതുകൊണ്ട് തന്നെ ആശയപരമായി ഐക്യമുണ്ടാകുന്നു. ഇപ്പം ഞാൻ കേന്ദ്ര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇപ്പം ഒരു സ്ഥലത്ത് ജയിക്കണം എന്ന ആശയം ഉണ്ട് എങ്കിൽ അവിടെ പക്ഷേ ഒരു CPM-കാരൻ നിൽപ്പുണ്ട്, ഞാൻ CPM-നെ വോട്ട് ചെയ്തുള്ളൂ. അത് മുന്നണി ആകണമെന്നില്ല. ആശയപരമായ ഐക്യം എന്ന് പറയുന്നത് മുന്നണിയായി മുന്നോട്ട് നീങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് കാശ്മീരുടെ രാഷ്ട്രീയത്തിന്റെ പ്രശ്നമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശയമാണ് വെക്കുന്നത്. എന്താ ഫെഡറലിസം എന്ന് പറയുന്ന ആശയം, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ആശയം, ആ ആശയത്തിലുള്ള യോജിപ്പിനെ കുറിച്ച് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. അല്ല CPI-യും കോൺഗ്രസും തമ്മിലുള്ള ഐക്യ മുന്നണി ഉണ്ടാക്കാനുള്ള ചർച്ചയ്ക്കല്ല വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ചർച്ച അല്ല അവിടെ നടക്കുന്നത്. അവതാരകൻ അത് മനസ്സിലാക്കണം. സംരക്ഷിക്കാൻ കോൺഗ്രസുമായാകാമോ? എങ്ങനെ? കോൺഗ്രസ് തൊട്ടുകൂടാത്ത പാർട്ടിയാണ് എന്ന് സ്ഥാപിക്കുകയായിരുന്നു പാർട്ടി കോൺഗ്രസ് വേദിയിലെമ്പാടും. അതുകൊണ്ട് അവരുടെ മുന്നണി ഉണ്ടാക്കണം നിർബന്ധമുണ്ടോ? അല്ല, ആശയൈക്യത്തിന് തയ്യാറാണോ? കോൺഗ്രസുമായി ആശയൈക്യത്തിന് CPM തയ്യാറുണ്ടോ? മുന്നണി ഉണ്ടാക്കണ്ട, ആശയൈക്യത്തിന് CPM തയ്യാറുണ്ടോ? ഇനി മൊത്തം അങ്ങ് പറഞ്ഞു തീർക്കും, എന്നിട്ട് ഞാൻ പറയാം. അല്ലാതെ പറഞ്ഞോളൂ. മൊത്തം പറഞ്ഞു തീർക്കും. മൊത്തം പറഞ്ഞു തീർക്കും, എന്നിട്ട് ഞാൻ പറയത്തുള്ളൂ. എല്ലാവർക്കും പറഞ്ഞോളൂ. ഒന്നാമത്തെ കാര്യം, അതിനൊരു ആ പാർട്ടിക്ക് ഒരു സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്, സെൻട്രൽ കമ്മിറ്റി ഉണ്ട്, പോളിറ്റ് ബ്യൂറോ ഉണ്ട്. ആ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അത് ലാൽകുമാർ വന്നിരുന്ന് പറയേണ്ട ഒരു വിഷയമാണോ അത്? ആ ചോദ്യം എന്നോട് ചോദിക്കുന്നതിന് എന്ത് പ്രസക്തിയാണുള്ളത്? ആ ചോദ്യം തന്നെ പ്രസക്തമല്ലാത്ത ചോദ്യമാണ്. എൻ്റെ പ്രശ്നം അതല്ല. ആശയപരമായി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, തീവ്രവാദത്തിനെതിരെ നിൽക്കുക എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരൻ പറഞ്ഞാലും CPM-കാരൻ പറഞ്ഞാലും എല്ലാവരും നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ട വിഷയമല്ലേ? ഫെഡറലിസത്തിന് അനുകൂലമായ ഒരു സ്റ്റേറ്റ്മെന്റ് VD സതീശനാണോ മാങ്കൂട്ടത്തിലാണോ സീതാറാം യെച്ചൂരിയാണോ പറയുന്നതെന്നുള്ളതല്ലോ വിഷയം. അവിടെ നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ട വിഷയമാണ് അവിടുത്തെ പ്രശ്നം. ആ വിഷയത്തിന് നമ്മൾ മുന്നണി ഉണ്ടാക്കണമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിർബന്ധമില്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ആ ആശയത്തോട് നമ്മൾ യോജിക്കുന്നുണ്ടോന്നാണ് കാര്യം. ഫെഡറലിസത്തെ തകർക്കുന്ന രീതിയിൽ ഒരു ആശയം മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോകുന്നു. ആ കടന്നു പോകുന്ന ആശയം അതാണ് അവിടെ പ്രസക്തമാകുന്നത്. അതിന് നിങ്ങൾ മുന്നണി ഉണ്ടാക്കിയാലേ നമ്മൾ ചർച്ച ചെയ്യാൻ സമ്മതിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മാതൃഭൂമി മുന്നണി ഉണ്ടാക്കിയിട്ട് ചർച്ച ചെയ്യിപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയാനാ? നിങ്ങൾ ഇടപെടുന്നതുകൊണ്ട് എനിക്ക് പറയുന്ന കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല. നിങ്ങളത് മനസ്സിലാക്കണം. ഞാൻ ഇവിടെ രാഹുൽ പറഞ്ഞൊരു വിഷയം കണ്ണൂരുമായി ബന്ധപ്പെട്ട അദ്ദേഹം അതിവൈകാരികമായി രാഷ്ട്രീയ കൊലപാതകത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. രാഷ്ട്രീയ കൊലപാതകത്തെക്കുറിച്ചൊന്നും ഇവിടെ ആരും ന്യായീകരിക്കാൻ തയ്യാറല്ല. പക്ഷേ നിങ്ങളത് ചെയ്തിട്ടില്ലാത്തവരാണെന്ന് കരുതില്ല, അത് വേറൊന്നും മാറ്റി അത് വേറെ ചർച്ചയാണ് ഞാൻ തൊടുന്നില്ല. പക്ഷേ ഇതിനു മുമ്പ് രമേശ് ചെന്നിത്തല ഇതുപോലൊരു ഫോറത്തിൽ സംസ്ഥാനത്തെ CPM നടത്തിയ ഒരു ഫോറത്തിൽ അദ്ദേഹം ഇതേ സബ്ജക്ട് മാറ്ററിൽ പങ്കെടുത്തു. അത് കാശ്മീർക്ക് അറിയാമോ? അന്ന് ഈ പ്രശ്നമില്ലായിരുന്നോ? എന്ന് വെച്ചാൽ ആലപ്പുഴയുടെ മണ്ണിൽ അങ്ങോട്ട് രാഷ്ട്രീയ സംഘർഷം ഉണ്ടാകാതിരുന്നിട്ടുള്ള ഒരു മണ്ണാണോ ആലപ്പുഴയുടെ മണ്ണിൽ? ആലപ്പുഴയുടെ മണ്ണിൽ കോൺഗ്രസ്സുകാരും അല്ലെങ്കിൽ CPM-കാരും സംഘർഷം ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. അതിനു മുകളിൽ ഒരു ആശയമാണ് അവിടെ നടന്നിട്ടുള്ളത്. രമേശ് ചെന്നിത്തലയ്ക്ക് അന്ന് പങ്കെടുക്കാൻ കഴിയുന്നതിന്റെ കാര്യം അതാണ്. അത് രമേശ് ചെന്നിത്തല സോണിയാഗാന്ധിയോട് എഴുതി ചോദിച്ച് ചീട്ട് മേടിച്ചിട്ടല്ല എന്ന് അവിടെ ചെന്നിട്ടുള്ളത്. അദ്ദേഹം അവിടെ ചെന്നു, പങ്കെടുത്തു. അത് അങ്ങനെയൊക്കെയാണ്. ഇപ്പം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ പ്രോഗ്രാമിന് പിണറായി വിജയൻ പോകുന്നു. ഇതൊക്കെ ഇത് പറഞ്ഞല്ലേ, നമ്മൾ ഒരു ഫ്ലോറിൽ ചെന്നു എന്ന് കരുതി നമുക്ക് അവരോട് നമ്മൾ യോജിക്കുന്നു എന്നല്ല. നമ്മുടെ വിയോജിപ്പ് നിങ്ങൾക്ക് പറയാനുള്ള യോജിപ്പില്ല കാര്യമായിട്ടില്ലേ? KV തോമസ് എന്ന് പറയുന്ന വ്യക്തിയോട് കോൺഗ്രസിന്റെ ഇടയ്ക്ക് കയറി ഇടപെടരുത്, നിങ്ങൾ എല്ലാത്തും കയറി ഇടപെട്ട് നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് പറഞ്ഞ അവസാനിപ്പിച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ അടുത്ത റൗണ്ട് വരണ്ട, വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് KV തോമസിന് അവിടെ ചെന്ന് തന്നെ പറയാം, കേരളയിലോട് നമുക്ക് യോജിപ്പില്ല, പിണറായി വിജയന്റെ ഭരണത്തോട് നമുക്ക് യോജിപ്പില്ല, പക്ഷേ ഫെഡറലിസം വേണം എന്ന് പറയാനുള്ള എല്ലാ അവസരങ്ങളും അദ്ദേഹത്തിനുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞോ ഇല്ലെന്നുള്ള അദ്ദേഹത്തിന് ചോയ്സാ. അദ്ദേഹത്തിന് ഇൻവൈറ്റ് ചെയ്യുന്നു. അദ്ദേഹം ഇന്ന് തന്നെ പറയണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. ഇന്ന് ഈ നിമിഷം ഞാൻ ഇപ്പോഴും പറയുമ്പോൾ കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തെ പുറത്താക്കാതിരിക്കുവോ അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യമാണ്. നമ്മൾ അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. ആഭ്യന്തര പ്രശ്നമാണ്. അല്ല, എനിക്ക് അല്പം സമയം വേണം. ശ്രീകുമാർ സാറിലേക്ക് പോയിക്കോളൂ, എനിക്ക് അല്പം സമയം വേണം. ശ്രീകുമാർ, ഈ പറയുന്ന
ധർമ്മസങ്കടം രമേശ് ചെന്നിത്തല വേദി പങ്കിട്ടത്, ദേശീയ തലത്തിൽ വേദി പങ്കിടുന്നത്, സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും വേദി പങ്കിടുന്നത്, പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് നിന്ന് വാളുമായി പിടിച്ചു നിൽക്കുന്നത് ഒക്കെ ചിത്രങ്ങൾ നമ്മുടെ മുന്നിലൊക്കെ ഉണ്ടല്ലോ. ഈ പറയുന്ന ഇല്ല രാഹുൽ, ഞാൻ എത്താം, ഞാൻ ശ്രീകുമാറിലേക്ക് പോയിട്ടെത്താം. രാഹുൽ, ഞാൻ ശ്രീകുമാറിലേക്ക് പോയിട്ടെത്താം. ശ്രീകുമാർ, ഈ പറഞ്ഞ ധർമ്മസങ്കടം ഹൈക്കമാൻഡിനുണ്ടോ? നാളെ അച്ചടക്ക സമിതി ചേരാൻ പോവുകയാണ്. പരമാവധി 6 മാസം സസ്പെൻഷൻ എന്നതിലപ്പുറം കെ സുധാകരൻ ആവശ്യപ്പെടുന്ന പോലെ, കേരള നേതൃത്വം ആവശ്യപ്പെടുന്ന പോലെ പ്രാഥമിക അംഗത്തിൽ നിന്ന് KV തോമസിനെ പുറത്താക്കൽ അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ ശ്രീകുമാർ? ഹഷ്മി, ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ തോമസ് മാഷ് അച്ചടക്കം ലംഘിച്ചു എന്നുള്ളത് നമ്മുടെ ഒരു പ്രാഥമിക ചോദ്യമാണ്. സത്യത്തിൽ അച്ചടക്ക ലംഘനത്തെക്കാൾ പ്രധാനം ഇവിടെ ചർച്ച ചെയ്യേണ്ടത് തോമസ് മാഷ് കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്തി എന്നുള്ളതാണ്. അതായത് അച്ചടക്ക ലംഘനത്തെക്കാട്ടിലും അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഈ അപകീർത്തിപ്പെടുത്തൽ. കാരണം KPCCയും AICCയും വിലക്കിയിട്ടും അടുത്ത സമ്മേളനം വരെ AICC അംഗമായിരിക്കുന്ന തോമസ് മാഷ് ഒരു വേദിയിൽ പോകുന്നു, ഒരു സെമിനാർ വേദിയിൽ പോകുന്നു. മാഷ് പറഞ്ഞത് ആ സെമിനാർ വേദിയിൽ ഞാൻ പോകുന്നത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് മാത്രം പറയാനാണെന്നാണ്. അങ്ങനെ പറയുന്ന ഒരു മാഷ് അവിടെ പോയി ആ വിഷയം മാത്രം പറഞ്ഞ് തിരിച്ചു വന്നിരുന്നെങ്കിൽ അത് അച്ചടക്ക ലംഘനത്തിൻ്റെ പരിധിയിൽ ഒതുക്കി നമുക്കൊന്ന് നിസ്സാരവൽക്കരിക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല. ഇപ്പോൾ KV തോമസ് ചെയ്തത് അദ്ദേഹം പാർട്ടിക്ക് അപമാനം ഉണ്ടാക്കിയെന്നുള്ളതാണ്. എങ്ങനെ അപമാനം ഉണ്ടാക്കിയത്? ഒരു വേദിയിലെത്തിയിട്ട് ആ വേദിയിൽ KPCCയുടെ വിലക്ക് ലംഘിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിക്കുകയും പുകഴ്ത്തുകയും KPCCയെ ഇകഴ്ത്തുകയും ചെയ്തു. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഇത് പാർട്ടി അച്ചടക്ക ലംഘനം എന്ന് പറഞ്ഞാൽ അത് പല മാനങ്ങളുണ്ട്. പക്ഷേ ഇത് അച്ചടക്ക ലംഘനത്തെക്കാൾ ഞാൻ കാണുന്നത് ഒരു പാർട്ടി KPCC എന്ന ഒരു സംവിധാനത്തെ AICC അംഗമായ മാഷ് ഒരു ശത്രുപക്ഷത്തിൽ നിൽക്കുന്ന പ്രമുഖമായ ഒരു പാർട്ടിയുടെ വേദിയിൽ പോയി പ്രമുഖരായ എല്ലാ നേതാക്കളെ സാക്ഷി നിർത്തി KPCC പ്രസിഡന്റിനെയും KPCCയെയും മോശമായി ചിത്രീകരിച്ചു. ഇത് ഗുരുതരമായ തെറ്റാണ്. ഈ തെറ്റായിരിക്കും ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ വരിക. നാളെ അച്ചടക്ക സമിതി യോഗം ചേരുമ്പോൾ അച്ചടക്ക സമിതി ചെയർമാൻ ശ്രീ AK ആൻ്റണിയാണ്. അത് നിങ്ങൾ ആലോചിക്കണം. AK ആൻ്റണിയുടെ മുന്നിൽ വരുന്ന അച്ചടക്ക സമിതിയിൽ 5 അംഗങ്ങളുണ്ട്. ഈ 5 അംഗങ്ങൾക്കും ആൻ്റണി ഉൾപ്പെടെ 5 അംഗങ്ങൾ. ആൻ്റണി എന്താണോ അവിടെ KV തോമസിൻ്റെ മാഷിൻ്റെ വിഷയത്തിൽ എടുക്കുന്നത് അതിനായിരിക്കും പ്രാധാന്യം. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിശ്ചിത കാലയളവൊന്നുമില്ല. ഒരു നടപടിക്രമമുണ്ട്, ആ നടപടിക്രമം പൂർത്തിയാക്കാനുള്ള കാലയളവേ ഉള്ളൂ. അത് എത്ര കാലം നീളും എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ഹഷ്മി പറഞ്ഞ 6 മാസവും നീളില്ല, ഏറി വന്നാൽ 1-2 ആഴ്ചയെ നീളുള്ളൂ. പക്ഷേ അതിനിടയ്ക്ക് മാധ്യമങ്ങളിൽ എന്തൊരു വാർത്തകളൊക്കെ വന്നു, ഇത് KPCCയുടെ തലയിലിട്ട് AICC രക്ഷപ്പെട്ടു എന്ന്. അതെങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയില്ല. ഇത് KPCCയുടെ തലയിലിടാൻ AICCക്ക് കഴിയില്ല. കാരണം ഇത് AICCയുടെ തീരുമാനമാണത്. KPCCക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. KPCCക്ക് ശുപാർശ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അത് ഇന്നലെ അവർ കത്ത് മുഖാന്തരം ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇനി AICCയുടെ കോർട്ടിലാണ് ഈ പന്ത് കിടക്കുന്നത്, സാധാരണ നമ്മൾ പറയുന്നത് പോലെ. അവിടെ മാഷ് നൽകുന്ന വിശദീകരണം എന്തായിരിക്കും? ആ വിശദീകരണം നൽകുന്നതിൽ മാഷ് കഷ്ടപ്പെടാൻ പോവുകയാണ്. എന്താണെന്നറിയാമോ? മാഷ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചതിൻ്റെ ഒരു ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓഡിയോ കാസറ്റ് AICCക്ക് കൊടുത്തിരുന്നെങ്കിൽ മാഷക്ക് ഒരുപക്ഷെ കടുത്ത നടപടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ മാഷക്ക് കൊടുക്കാൻ നിർവാഹമില്ല. കാരണം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് മാഷ് ആ വേദിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ മാഷ് പറഞ്ഞത് KPCC എതിർത്ത കേരളയിൽ KPCC എന്തിനൊക്കെയാണോ എതിർത്തത് അതിനൊക്കെ മാഷ് അനുകൂലിക്കുക ചെയ്തത്. എന്നിട്ട് പിണറായി വിജയനാണ് മികച്ച മുഖ്യമന്ത്രി എന്ന് നമ്മുടെ സീതാറാം യെച്ചൂരി പറഞ്ഞത് സ്റ്റാലിനാണ് മികച്ച മുഖ്യമന്ത്രി എന്നാണ്. പക്ഷേ അതിനെയും കടത്തിവെട്ടിക്കൊണ്ട് പിണറായി മികച്ച മുഖ്യമന്ത്രി എന്ന് പറയുകയും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് വളരെ ലോജിക്കലായിട്ട് വളരെ നന്നായിട്ട് ഉപന്യസിക്കാൻ മാഷക്ക് അവിടെ കഴിഞ്ഞില്ല. അതുകൊണ്ട് മാഷ് AICC അച്ചടക്ക സമിതിക്ക് മുമ്പിൽ മാഷ് പെട്ടുപോകും. മാഷക്ക് ഉത്തരവില്ല. ഇങ്ങനെ ഉത്തരമില്ലാത്ത അവസ്ഥയിൽ അച്ചടക്ക സമിതി മാഷോട് ചോദിക്കാൻ സാധ്യത എങ്കിൽ എന്തുകൊണ്ട് KPCCയെ ധിക്കരിച്ച് നിങ്ങൾ അവിടെ സംസാരിച്ചു? അതിന് മാഷ് വ്യക്തമായ ഉത്തരം കൊടുക്കേണ്ടി വരും. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നത് മാഷെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ മാഷയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് മാഷക്ക് ആശങ്കയുണ്ടായിരുന്നു. കോൺഗ്രസിൽ ഇനി മാഷക്ക് ഒരു നിരീക്ഷണം നമ്മൾ നടത്തുകയാണെങ്കിൽ മാഷക്ക് കോൺഗ്രസിൽ ഇനി രാഷ്ട്രീയ ഭാവി ഇല്ല. അങ്ങനെ രാഷ്ട്രീയ ഭാവി ഇല്ലാത്ത കോൺഗ്രസിൽ ഇനി മാഷ് എന്തിനു നിൽക്കണം? അപ്പോൾ അതിലും നല്ലത് തന്നെ പ്രശംസിക്കുന്ന തിരിച്ചും പ്രശംസിക്കാൻ കഴിയുന്ന ഒരു വേദിയിൽ പോവുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പിണറായി വിജയൻ എന്താണ് പറഞ്ഞത്? മാഷെ സംരക്ഷിക്കും. കോടിയേരി ഇന്ത്യ പറഞ്ഞത് മാഷെ നമ്മൾ വഴിയാധാരമാക്കില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം അവിടെ ചെറിയ ഫിലിപ്പിനെയാണ്. ഇതേ ചെറിയ ഫിലിപ്പിനെ മോഹമുക്തനായ രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് CPMലേക്ക് ക്ഷണിച്ച കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും ഒക്കെയുള്ള അതേ സംസ്ഥാന കമ്മിറ്റിയും അതേ നേതൃത്വമാണ് ഇന്ന് CPMലുള്ളത്. ചെറിയ ഫിലിപ്പിനെ എന്താ സംരക്ഷിച്ചത്?
ചെറിയ ഫിലിപ്പിനെ വഴിയാധാരമാക്കിയില്ലേ? ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ചരിത്രമാണ്. ശരി, ശ്രീ ജേക്കബ് ജോർജ്, ജയൻ ശ്രീകുമാർ പറഞ്ഞു നിർത്തിയതുപോലെ ഇനി കെ.വി. തോമസിന് അവിടെ കോൺഗ്രസിൽ നിന്നിട്ട് ഒരു കാര്യവുമില്ല. അതാ നോക്കൂ, കെ.സി. ജോസഫ്, വർക്കല ഖാർ, പി തങ്കച്ചൻ, എം ഹസൻ, പന്തളം സുധാകരൻ, ശൂന്യാട് രാജശേഖരൻ, പാലോട് രവി, കെ.സി. രാജൻ, ഇവരൊക്കെ പാർലമെന്റിൽ നിന്ന് മാറിയിട്ട് കാലം എത്രയായി? ഇവരുടെയൊക്കെ ഏതാണ്ട് സമപ്രായക്കാരാണല്ലോ, അല്ലെങ്കിൽ സമാന രാഷ്ട്രീയ കാലഘട്ടത്തിലുള്ളവരാണല്ലോ. അത് തലമുറ മാറിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അവിടെ നിന്നാൽ കെ.വി. തോമസിന് ഒരു പാർലമെന്ററി പദവിയും കിട്ടാൻ പോകുന്നില്ല, ഒരു പാർട്ടി പദവിയും കിട്ടാൻ പോകുന്നില്ല. ഒരു വഴിയുമില്ലാതെ എന്തെങ്കിലും കിട്ടുന്ന ഒരിടത്ത് പോയി നിൽക്കുന്നു എന്നതിനപ്പുറം എന്തെങ്കിലും രാഷ്ട്രീയം കെ.വി. തോമസിനുണ്ടോ? ശ്രീ ജേക്കബ് ജോർജ്. അല്ല, കെ.വി. തോമസിൻ്റെ രാഷ്ട്രീയം എനിക്ക് തോന്നുന്നു കെ.വി. തോമസ് കാര്യങ്ങൾ വന്ന മുറയ്ക്ക് അതിന് റിയാക്ട് ചെയ്തും കൊണ്ട് ആ നിലയ്ക്ക് നീങ്ങിപ്പോയി എന്നേ ഉള്ളൂ. ആ ഒരു വഴി അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ സ്വാഭാവികമായി തുറന്നു വരികയായിരുന്നു. അദ്ദേഹം സ്വീകരിച്ച ചില നിലപാടുകളോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഇത്രയും കാലം കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ സഹായിച്ചു, കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് എല്ലാം കൊടുത്തു, എല്ലാ നേട്ടങ്ങളും കൊടുത്തു. അവസാനം വേറൊരു പാർട്ടിയിലേക്ക് പോയി അവിടെ പ്രസംഗിക്കുന്നത് അതിനകത്ത് ചിലപ്പം ഒരു അസ്വാഭാവികമായ ചിലത് കാണും. രാഷ്ട്രീയ മര്യാദകൾ, രാഷ്ട്രീയം, അതിനകത്ത് എന്ത് രാഷ്ട്രീയം എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ വിശാലമായ കാഴ്ചപ്പാടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കുസൃതി ചോദ്യമുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീകുമാർ എ കെ ആൻ്റണി അധ്യക്ഷനായിട്ടുള്ള അച്ചടക്ക സമിതിയെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഒരു മുൻവെച്ച സംസാരം ഞാൻ കേട്ടു. ശ്രീകുമാർ, ആൻ്റണിയാണ് അധ്യക്ഷൻ കേട്ടോ എന്നുള്ള മട്ടിൽ. ആൻ്റണി ആണ് അധ്യക്ഷനെങ്കിൽ എന്തു പറ്റും? മൂക്ക് ചെത്തത്തില്ലയോ കെ.വി. തോമസിൻ്റെ? അതോ കഴുത്ത് വെട്ടത്തില്ലയോ കെ.വി. തോമസിൻ്റെ എന്നെനിക്ക് സംശയമുണ്ട്. അത് തന്നെയാണ് ശ്രീകുമാർ ചൂണ്ടിക്കാട്ടിയത്, ശ്രീകുമാർ ഉദ്ദേശിച്ചത് എന്ന് കാര്യത്തിൽ സംശയമില്ല. അതാണ് ഞാൻ പറയുന്നത്. അതൊരു മുൻവെച്ച വാക്കാണ്. അത് അദ്ദേഹം, എനിക്ക് തോന്നുന്നു നമ്മളെ കേൾക്കുന്നവർക്ക് ഒരു വിശദീകരണം ആവശ്യമാണ്. എന്താണ് എ കെ ആൻ്റണിയെക്കുറിച്ച് മുൻവെച്ച് സംസാരിച്ച ശ്രീകുമാർ മനസ്സിൽ കണ്ടത്? അത് മാനത്ത് കാണുകയാണോ എന്ന് മാത്രമാണ് എൻ്റെ ചോദ്യം. ഇനിയിപ്പോൾ ഞാൻ കാണുന്ന ദേശീയ വിഷയം, ദേശീയ തലത്തിൽ BJPക്ക് എതിരായ ഓരോ വോട്ടും പ്രധാനമാണ് പ്രതിപക്ഷത്തിന് ഇന്ന്. കാരണം കോൺഗ്രസ് തന്നെ നോക്കിയിട്ടും കോൺഗ്രസ് പലരെയും കൂട്ടിപ്പിടിച്ച് നോക്കിയിട്ടും ഇവിടെ ഇതുവരെ എങ്ങും എത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ അകത്തൊരു സ്വാഭാവികമായ ഒരു കൂട്ടുകക്ഷിയാണ് CPM. സംസ്ഥാനങ്ങളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാതിനിധ്യമുള്ള പാർട്ടിയാണ്, വേരുകളുള്ള പാർട്ടിയാണ്, യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ളൊരു CPMനെയും ഇടതുപക്ഷത്തെയും സർവോപരി ബഹുമാനപ്പെട്ട ശ്രീകുമാർ, ഹാഷ്മി, ഒന്നാം UPAയുടെ ജീവൻ അടിസ്ഥാനം ഇടതുപക്ഷമായിരുന്നു. ആ ഇടതുപക്ഷം അതിൻ്റെ അടിസ്ഥാനമായിരുന്നു കൊണ്ട് മാത്രം ഒന്നാം UPA അതിൻ്റെ എല്ലാ മഹാത്മ്യവും കയ്യിലെടുത്തു. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. രണ്ടാം UPAയിലാണ് പ്രശ്നമുണ്ടായത്. ആ പ്രശ്നത്തിന് ഇടതുപക്ഷം ഉത്തരവാദിയല്ല എന്നും കൂടി ഓർക്കണം. അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ പറയുകയാണ്. ഇന്ന് ഇപ്പോൾ ഹാഷ്മി ചൂണ്ടിക്കാണിച്ചുവല്ലോ, CPM അതിനെതിരെ മുഖം തിരിച്ചു നിൽക്കുന്നു, കോൺഗ്രസിനെതിരെ, കോൺഗ്രസുമായുള്ള കൂട്ടിനെതിരെ മുഖം തിരിച്ചു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ എൻ്റെ അഭിപ്രായം അത് ശരിയല്ല എന്ന് തന്നെയാണ്. അത് കോൺഗ്രസിനെ കൂടെ കൂട്ടാൻ കൊള്ളില്ലെന്ന് മാത്രമല്ല, ഒരു കാലത്ത് പ്രാദേശിക പാർട്ടികൾ അവസരവാദികളാണ്, അതുകൊണ്ട് അവരെ കൂടെ കൂട്ടരുത് എന്ന് പറഞ്ഞവർ പ്രാദേശിക സഖ്യത്തിലേക്ക് പോവുകയാണ്. അതെ, അപ്പോൾ CPM അതിനെക്കുറിച്ച് വേറെ കാഴ്ചപ്പാടാണ്. പ്രാദേശിക തലത്തിൽ തമിഴ്നാട്ടിൽ ആര് ഭരിക്കുന്നു, അതേപോലെ ആന്ധ്രാപ്രദേശിൽ ആര് ഭരിക്കുന്നു, തെലങ്കാനയിൽ ആര് ഭരിക്കുന്നു, ഒഡീഷയിൽ ആര് ഭരിക്കുന്നു, അങ്ങനെ പ്രാദേശിക കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി അതിനെ ദേശീയമായ ഒരു ശൃംഖലയിലേക്ക് മാറ്റുക. അതാണ് CPMൻ്റെ പരിപാടി. അതിനകത്ത് മഹാപാപമൊന്നുമില്ല. അതവരുടെ കാഴ്ചപ്പാടാണ്, അതവരുടെ നിലപാടാണ്, അതാണ് അവർ കണ്ടുപിടിക്കുന്ന സൊല്യൂഷൻ. ഈ വിഷയത്തിൽ കോൺഗ്രസ്സിന് ആ ഒരു സൊല്യൂഷനുണ്ടോ? കോൺഗ്രസ്സിന് അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ UPയിൽ ഒറ്റയ്ക്ക് ഇല്ലല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. കോൺഗ്രസ്സിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടും അങ്ങനെ ഒരു നിലപാടും ഉണ്ടായിരുന്നുവെങ്കിൽ പഞ്ചാബിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഇതൊക്കെ ഓർക്കണം. പഞ്ചാബിലെ സ്ഥിതി നമ്മൾ കണ്ടതാണ്, ഗോവയിലെ സ്ഥിതി, മറ്റ് ബീഹാറിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. അവിടെ കോൺഗ്രസിൻ്റെ നിലപാട് എന്തായിരുന്നു? കോൺഗ്രസ് എത്ര സീറ്റ് ചോദിച്ചു മേടിച്ചു, അതുകൊണ്ടെന്ത് പരാജയമുണ്ടായി, അതുകൊണ്ടെന്ത് ദുരന്തമുണ്ടായി, ഇതും നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഈ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എല്ലാ കക്ഷികളും യോജിച്ച് ശ്രമിക്കേണ്ട ഘട്ടമാണിത്. അവിടെയാണ് കെ.വി. തോമസ് എന്ന ഒരു സാധാരണ മനുഷ്യൻ, ഒരു കോൺഗ്രസ് നേതാവ്, പലതവണ മന്ത്രിയായിട്ടുണ്ട്, പലതവണ MP ആയിട്ടുണ്ട്. അദ്ദേഹം CPMൻ്റെ ദേശീയമായ ഒരു ഇവൻറ്റിൽ അതിനോട് അനുബന്ധിച്ച് നടത്തിയൊരു സെമിനാറിൽ പ്രസംഗിക്കാൻ പോയത് ലോകത്തിലെ ഏറ്റവും വലിയ വിഷയമായിട്ട് ആൾക്കാർ അദ്ദേഹത്തെ അപഹസിക്കുന്നത്. ബഹുമാനപ്പെട്ട ശ്രീകുമാർ, അദ്ദേഹം കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്തി എന്ന് പറയുന്നു. കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്തി. പക്ഷേ കെ.വി. തോമസിനെ കോൺഗ്രസ് നേതാക്കൾ അപകീർത്തിപ്പെടുത്തിയതോ? ഒരു ദിവസമല്ലല്ലോ, 2 ദിവസമല്ലല്ലോ, എത്ര കാലം നിരന്തരമായി സോഷ്യൽ മീഡിയയിലൂടെ
ടെലിവിഷൻ സ്ക്രീനുകളിലൂടെ വിവിധ നേതാക്കൾ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തി. അതിനാരുത്തരം പറയും ശ്രീകുമാർ? ഇപ്പോഴും അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുകയല്ലേ, ഇപ്പോഴും അദ്ദേഹത്തെ മോശക്കാരനാക്കുകയല്ലേ? കോൺഗ്രസിൻ്റെ AICC അംഗമാണ് അദ്ദേഹം ഇപ്പോഴും എന്നോർക്കണം. മുൻ മന്ത്രിയും മുൻ MP യും മുൻ MLA യുമാണ് എന്നോർക്കണം. അങ്ങനെ ഒരു നേതാവിനെ, അങ്ങനെ ഒരു KV തോമസിനെ കോൺഗ്രസ് നേതാക്കന്മാർക്ക്, എൻ്റെ അഭിപ്രായം KV തോമസിന് ഈ പാർട്ടിയിലെ പ്രവർത്തനം മതിയായിരിക്കുന്നു. എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ, അത് KV തോമസിൻ്റെ മനസ്സൊന്നുമല്ല. ഈ പാർട്ടിയിലെ പ്രവർത്തനം അദ്ദേഹത്തിന് മതിയായിരിക്കുന്നു. അദ്ദേഹത്തെ ആവശ്യത്തിലധികവും ചവിട്ടി തേച്ചിരിക്കുന്നു. ചവിട്ടി തേച്ചു എന്നാണ് ശ്രീ ജേക്കബ് ജോർജ്. അദ്ദേഹത്തിന് കിട്ടാത്ത പദവി എന്താണ്? അദ്ദേഹത്തിന് കിട്ടാത്ത പാർട്ടി പദവി എന്താണ്? പാർലമെന്ററി അധികാരം നഷ്ടപ്പെട്ടപ്പോഴും PSC അധ്യക്ഷനാക്കുകയായിരുന്നു. ഉള്ള ഏക എന്താണ് ക്യാബിനറ്റ് പദവി? PSC അധ്യക്ഷനാക്കി, 2 തവണ PSC അധ്യക്ഷനാക്കി BJP ഭരിക്കുമ്പോൾ ഞാനത് അങ്ങനെയല്ല പറയുന്നത്. ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായി അദ്ദേഹത്തിനെതിരെ ഒരു സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ, KV തോമസിനെ ഒറ്റപ്പെടുത്താൻ. ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയം കാണുന്നത് ഇങ്ങനെയാണ്. നമുക്കറിയാം MV രാഘവൻ 84-85 കാലഘട്ടത്തിൽ MV രാഘവൻ, അന്ന് ഞാൻ മാതൃഭൂമിക്ക് വേണ്ടി ഞങ്ങൾ നിയമസഭ റിപ്പോർട്ട് ചെയ്യുന്ന സമയമാണ്. MVRൻ്റെ പ്രസംഗം കരുണാകരനെതിരെയാണ്. 82-ൽ കരുണാകരൻ മുഖ്യമന്ത്രിയായി. കരുണാകര എന്ന് വിളിക്കുന്നത്, അയ്യോ, നമ്മളൊക്കെ സമ്മിശ്ര വികാരങ്ങളുടെ അത് കേട്ട് നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ MV രാഘവനെ കരുണാകരൻ കയ്യിലെടുത്തു. KR ഗൗരിയമ്മ 1957 മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്തത് മുതൽ അതിൻ്റെ അകത്ത് അനേകം ലാത്തിയടിയേറ്റ് പോലീസിൻ്റെ പീഡനമേറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിയെടുത്ത ഗൗരിയമ്മയെ കരുണാകരൻ, എനിക്കതിൻ്റെ മുഴുക്കൻ ഡീറ്റെയിൽസ് അറിയാം, കരുണാകരൻ എങ്ങനെ ഗൗരിയമ്മയെ സ്വാധീനിച്ച് കസ്റ്റഡിയിലെടുത്തുവെന്ന്. പ്രിയപ്പെട്ട ശ്രീകുമാർ, നിങ്ങളുടെ കോൺഗ്രസ് നേതൃത്വം ഒരാളെ കോൺഗ്രസിലെടുത്തിട്ടുണ്ടോ? കുറേ ആൾക്കാരെ കളഞ്ഞു, നീ അങ്ങോട്ട് പോകും, നീ ഇങ്ങോട്ട് പോകും, നിന്നെ പുറത്താക്കും എന്ന് പറയുകയല്ലാതെ ഒരൊറ്റ പാർട്ടി, ഒരൊറ്റ നേതാവിനെ, ഒരൊറ്റ ആളിനെ കോൺഗ്രസിലെടുത്തിട്ടുണ്ടോ? ഞാൻ ശ്രീമാൻ മറുപടിക്കാതെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്നത് പോലെ ശരിയാണ്. കണ്ണൂർ എന്നുള്ളത് നിങ്ങളുടെ പ്രത്യേകിച്ച് സുധാകരൻ്റെ ഒരു വികാരമാണ്. അവിടെ കൊല്ലപ്പെട്ട പാർട്ടി പ്രവർത്തകരുടെ ചോര നിങ്ങൾക്ക് പ്രധാനമാണ്. പക്ഷേ ഈ കണ്ണൂരല്ലല്ലോ ഇന്ത്യ. ദേശീയ രാഷ്ട്രീയം കണ്ണൂർ രാഷ്ട്രീയം മാത്രമല്ലോ. ഇവിടെ ഈ പറഞ്ഞ INTUSയുടെ ചന്ദ്രശേഖരനും മണിശങ്കർ അയ്യരും ശശി തരൂരും KV തോമസും അതത് സെമിനാർ വേദികളിൽ പോയി കോൺഗ്രസിൻ്റെ ആശയങ്ങൾ ഉച്ചത്തിൽ പറയട്ടെ. എതിർ രാഷ്ട്രീയക്കാരൻ്റെ വേദിയിൽ പോയി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ആഞ്ഞാഞ്ഞ് പറഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമായിരുന്നു ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ? ഇത് അനാവശ്യമായി ഒരു ചെറിയ മുറിവിനെ മാന്തി പുണ്ണാക്കി ഇത്ര വലിയ ഇവൻ്റാക്കി CPMൻ്റെ കയ്യിൽ കൊടുത്തു K. സുധാകരൻ അല്ലേ? ശ്രീ ഹാഷ്മി, അതിന് ഞങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. എനിക്ക് സമയം തന്നാൽ മതി. അതിനു മുമ്പ് ഇവിടെ ശ്രീ ജേക്കബ് ജോർജ് സംസാരിച്ചു. ജേക്കബ് ജോർജ് സംസാരിക്കുമ്പോൾ താങ്കൾ എന്നോട് ജേക്കബ് ജോർജിൻ്റെ വാദങ്ങളൊക്കെ കോട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം എന്തോ നിഷ്പക്ഷനായ മാധ്യമപ്രവർത്തകനാണെന്നൊന്നും താങ്കൾ തെറ്റിദ്ധരിക്കരുത്. ഇടതുപക്ഷ സംഘടനയുടെ വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ച, CPMൻ്റെ വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ച ആള്, അദ്ദേഹം ഇപ്പോഴും ഈ സർക്കാരിൻ്റെ നിരവധിയായ കൺസൾട്ടൻ്റായി പ്രവർത്തിക്കുന്ന ആള്, എല്ലാ കാലഘട്ടത്തിലും CPM രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ട ഒരാളെ നിങ്ങൾ പേരിൻ്റെ മുകളിൽ മാധ്യമപ്രവർത്തകന് ടൈറ്റിൽ കൊടുത്തു എന്ന് കരുതി അദ്ദേഹം നിഷ്പക്ഷനൊന്നും ആകില്ല. അദ്ദേഹത്തിന് കൃത്യമായ പക്ഷമുണ്ട്. ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഈ നിഷ്പക്ഷനായ മാധ്യമപ്രവർത്തകനാണെങ്കിൽ മസ്കറ്റിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഏതൊരു സുഹൃത്ത് ബാബു അങ്ങോട്ട് വിളിച്ചിട്ട് പൊന്നാനിയിൽ അൻവർ 20,000 വോട്ടിന് ജയിക്കുമെന്ന് പറയുന്ന തരത്തിലേക്ക് ഇലക്ഷൻ്റെ തൊട്ട് തലയ്ക്കും തലേന്ന് രാഷ്ട്രീയ നിരീക്ഷണം നടത്തിയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിഷ്പക്ഷനൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ഒരു CPM-കാരൻ പറയുന്ന അഭിപ്രായമായിട്ട് ഞാൻ വേണമെങ്കിൽ മറുപടി പറയാം. പിന്നെ വിഷയത്തിലേക്ക് വരാം. താങ്കൾ ആരാണ് പറയുമ്പോൾ മേളിൽ മാധ്യമപ്രവർത്തകനാണെന്നല്ലോ എഴുതിയേക്കുന്നത്? ഞാൻ ഒരു കൺസൾട്ടന്റും അല്ല. താങ്കളുടെ സമയത്ത് പറഞ്ഞാൽ മതി. ഒരു സർക്കാരിന്റെയും നമുക്ക് തെളിയിക്കാന്നേ. നിങ്ങൾ അനാവശ്യം പറയണ്ട, നിങ്ങൾ വ്യക്തിപരമായി ആക്ഷേപിക്കരുത്. നിങ്ങൾ KV തോമസിനെ ആക്ഷേപിക്കുന്ന പോലെ എന്നെ ആക്ഷേപിക്കണ്ട. താങ്കൾ ഇത്രയും വലിയ അനാവശ്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ വല്ലതും മിണ്ടിയോ? ആന്റണിയുടെ മനസ്സിൽ എങ്ങനെയാണ്, KV തോമസിന്റെ മനസ്സിൽ എങ്ങനെയാണ്? ഞാനിപ്പോ പറയാ, താങ്കളുടെ മനസ്സിൽ താങ്കൾ നാളെ BJP-യിലേക്ക് പോകാൻ പോവുകയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ അംഗീകരിക്കുമോ? ഒരാളുടെ ആന്റണിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ വരെ ഇങ്ങനെ കബഡി നിർത്തി പറയാനും അല്ലാതെ മനഃശാസ്ത്ര വിദഗ്ധനുണ്ടല്ലോ താങ്കൾ, മാധ്യമപ്രവർത്തകനാണല്ലോ, മനഃശാസ്ത്ര വിദഗ്ധനായിട്ടൊന്നുമല്ലോ താങ്കൾ പഠിക്കുന്നത്. ഞാൻ പറയട്ടെ താങ്കളുടെ അവസരത്തിൽ പറയുന്നേ, താങ്കളുടെ അവസരത്തിൽ പറയുന്നേ, മാധ്യമപ്രവർത്തകർ എന്ന ലേബല് മേളിൽ എഴുതി വെച്ചിട്ട് താങ്കൾക്ക് ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്നത് എന്തിനാ? അപ്പൊ അതുകൊണ്ട് പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ വാക്കുകളുണ്ട്, ഇദ്ദേഹത്തിന്റെ CPM വിധേയത്വം. അപ്പൊ CPM വിധേയത്വമുള്ള ഒരു മാധ്യമപ്രവർത്തകൻ താങ്കൾ ആരാണെന്ന് എക്സ്പോസ് ചെയ്യേണ്ടത് കോൺഗ്രസ് പ്രതിനിധി എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണ്. ഇനി ഈ ചർച്ച കാണുന്ന ഏതെങ്കിലും ഒരു
നിസ്വാർത്ഥനായ മനുഷ്യൻ, താങ്കൾ ഒരു നിഷ്പക്ഷനാണെന്ന് തെറ്റിദ്ധരിച്ചാൽ അല്ല എന്ന് സ്ഥാപിക്കേണ്ടത് ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഞാൻ പറഞ്ഞ ഏതെങ്കിലും CPM അലയൻസ് താങ്കൾ നിഷേധിച്ചാൽ താങ്കൾക്ക് താങ്കളുടെ അവസരത്തിൽ നിഷേധിക്കാം. ഞാൻ ഈ വിഷയത്തിലേക്ക് വരട്ടെ. ഇനി എന്താ വിഷയം? ഇവരുമായിട്ട് ചർച്ച ചെയ്യുന്നതിന്റെ പ്രസക്തിയെ പറ്റി. ഇവർ ചർച്ചയ്ക്ക് വിളിച്ച 3 ആളുകൾ, ഒന്ന് ശശി തരൂർ, ഒന്ന് KV തോമസ്, മണിശങ്കർ അയ്യർ. CPM-ന്റെ മാധ്യമ സ്ഥാപനങ്ങളായ കൈരളിയിലും ദേശാഭിമാനിയിലും ഇവർ ഇതാ BJP-യിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്ത് അങ്ങനെ വരെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടുണ്ട് ഈ ആളുകളെ, ഈ നേതാക്കന്മാരെ. ഇപ്പോഴും കോൺഗ്രസിന്റെ ഭാഗമായി കോൺഗ്രസ് പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ആളുകളെ. പിന്നെ സെമിനാറുകളിലേക്ക് പോകാമോ പോകണ്ടായോ ചോദ്യമാണ് താങ്കളുടെ, വളരെ പ്രസക്തമായ ചോദ്യം. പ്രത്യയശാസ്ത്രപരമായ മറുപടി പറയാം. എന്താ ഈ KV തോമസ് സാറിനെ വിളിച്ച, മാഷിനെ വിളിച്ച പിന്നെ സെമിനാറിന്റെ ടോപ്പിക് എന്താ? ഫെഡറലിസത്തിന്റെ അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് പെർസ്പെക്റ്റീവ് നമുക്കൊന്ന് സംസാരിച്ചാൽ, കമ്മ്യൂണിസത്തിൽ എവിടെയാ ശ്രീ ഹാഷ്മി ഫെഡറലിസത്തെ പറ്റി പറയുന്നത്? കമ്മ്യൂണിസത്തിൽ എവിടെയാ ഡെമോക്രസിയെ പറ്റി പറയുന്നത്? പ്രോലറ്ററേറ്റ് റവല്യൂഷൻ, ആ സായുധ സമരം, ഇതല്ലേ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം? അതിനകത്ത് എവിടെയാ ഫെഡറലിസം വരുന്നത്? ലോകത്തിൽ കമ്മ്യൂണിസം സർക്കാരുകളുള്ള ഒരുപാട് രാജ്യങ്ങളില്ലേ? ഏത് രാജ്യത്താണ് ഫെഡറൽ വ്യവസ്ഥയുള്ളത്? എവിടെയാ ജനാധിപത്യമുള്ളത്? എവിടെയാ പ്രതിപക്ഷമുള്ളത്? അപ്പോൾ ഇവരോട് ഞങ്ങൾക്ക് ഫെഡറലിസത്തെ പറ്റി സംസാരിക്കാൻ കഴിയുമോ? ജനാധിപത്യത്തെ പറ്റി സംസാരിക്കാൻ കഴിയുമോ? ഇനി ഫെഡറലിസത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവർ വിളിച്ച ആ വേദിയിൽ പിണറായി വിജയൻ ആരെയാണ് കുറ്റപ്പെടുത്തിയത്? ജവഹർലാൽ നെഹ്റു തൊട്ട് ഇന്ന് രാഹുൽ ഗാന്ധി വരെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ എന്താ BJP-ക്കെതിരെ സംസാരിക്കാത്തത്? ഈ CMS നമ്പൂതിരിപ്പാടിന്റെ സർക്കാരിനെ അട്ടിമറിച്ചത് കോൺഗ്രസ് അട്ടിമറിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ സർക്കാർ താഴെ പോയപ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ആ സർക്കാരിനെ പിന്തുണച്ചതാരാണെന്ന് ശ്രീ ഹാഷ്മിക്ക് അറിയാമോ? പ്രത്യയശാസ്ത്രപരമായ പ്രശ്നമാണ്. ആ സർക്കാരിനെ പിന്തുണ കൊടുത്തത് സവർക്കറാണ്. സംശയമുണ്ടെങ്കിൽ ഞാൻ രേഖകൾ പറയാം. 959 സവർക്കർ എഴുതിയ ലേഖനത്തിനകത്ത് കൃത്യമായി പറയുന്നു, അതായത് എന്തു വില കൊടുത്തും കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ നിലനിർത്തണം. കേരളത്തിനകത്ത് ഹിന്ദുക്കൾ മത്സരിക്കാത്ത സ്ഥലങ്ങളിൽ അത്രയും കമ്മ്യൂണിസ്റ്റുകൾക്ക് വോട്ട് കൊടുക്കണം. പറഞ്ഞതാരാ? സവർക്കർ. ഗാന്ധിയെ കൊന്നാള് പിന്തുണച്ച സർക്കാരിനെ അട്ടിമറിച്ചതിനെ പറ്റിയിട്ടായി പറയുന്നത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇനി ഫെഡറലിസത്തിന്റെ ഇന്ത്യൻ പെർസ്പെക്റ്റീവ്, വർത്തമാനകാല പിണറായി വിജയന്റെ പെർസ്പെക്റ്റീവിൽ പറഞ്ഞാൽ ഇവർക്ക് എന്താ നരേന്ദ്രമോദിയുടെ പ്രയാസം ഏതെങ്കിലും ഘട്ടത്തിലുണ്ടോ? ഇവിടേക്ക് ഇപ്പൊ പല സംസ്ഥാനങ്ങളിലും ഗവർണർമാർ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞപ്പോ കേരളത്തിന്റെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ വേദിയിലിരുത്തി വല്ലാതെ സുഖിപ്പിച്ച മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്ന. അവരുമായിട്ട് ഞങ്ങൾക്ക് ഫെഡറലിസത്തെ പറ്റി സംസാരിക്കാൻ കഴിയുമോ? ഞങ്ങളുടെ ആളുകളെ കൊല്ലുന്ന ആളുകളുമായിട്ട് ക്യാമ്പസിനകത്ത് KS കൊടി പിടിക്കുന്നവനെ തച്ച് തകർക്കുന്നവരോട് ഞങ്ങൾക്ക് ജനാധിപത്യത്തെ പറ്റി സംസാരിക്കാൻ കഴിയുമോ? ഇനി മതനിരപേക്ഷത, ശശി തരൂരിനെ വിളിച്ച വിഷയം, മതനിരപേക്ഷതയെ പറ്റി കേരളത്തിലെ CPM-കാരുമായിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും. കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആദ്യമായിട്ട് വരുന്നത് ഞാൻ പറയട്ടെ, തരൂർ സോണിയാഗാന്ധി കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ എന്തുകൊണ്ട് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു നക്കമിട്ട് പറഞ്ഞ തരൂർ. അതിൽ ഒന്നാമത്തെ കാര്യം, the event is a national one and the highest forum of CPM organized by Central Committee that formulates the national policy. Nationally we have a cooperative relationship with CPM. തരൂർ പറയുന്നു. പൂർത്തീകരിക്കട്ടെ സാർ. ഞാൻ പൂർത്തീകരിച്ചതിന് ശേഷം അതിനെല്ലാം മറുപടി പറയാതെ എനിക്ക് സമയം തന്നാൽ മതി. ഇനി മതനിരപേക്ഷതയെ പറ്റി, LK അദ്വാനി കേരളത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരുന്നത് CPM നേതാവിന് വേണ്ടിയിട്ടാ. പാലക്കാട് ആരാ LK അദ്വാനി? BJP-യുടെ സ്ഥാപക നേതാവ്. അവരോട് ഞങ്ങൾക്ക് പിന്നെ മതനിരപേക്ഷതയെ പറ്റി സംസാരിക്കാൻ കഴിയുമോ? അബ്ദുൽ നാസർ മദനിയെ വേദിയിലിരുത്തിക്കൊണ്ട് ഒരു കൺവെൻഷനിൽ സ്വന്തം മദനിയുടെയും പിണറായിയുടെയും സ്ഥാനാർത്ഥിയെ പറ്റി പ്രഖ്യാപനം നടത്തിയ ആളുടെ പേര് പിണറായി വിജയൻ എന്നാണ്. ആ ആളുമായിട്ട് ഞങ്ങൾക്ക് സംവദിക്കാൻ കഴിയുമോ? ഇനി കോൺഗ്രസ് പ്രത്യയശാസ്ത്രത്തെ പറ്റി പറയുന്നു. രാജഗോപാൽ പോലും പറയാൻ അറപ്പുള്ള മടിക്കുന്ന സൈബർ സംഘികൾ എന്ന് ചാപ്പുകുത്തപ്പെട്ട ആളുകൾ മാത്രം പറയുന്ന രാഹുൽ ഗണ്ഡി, ഇന്ദിരാ ഗണ്ഡി എന്ന RSS-കാരന്റെ മുദ്രാവാക്യത്തെ ഏറ്റുപിടിച്ച MLA-യുടെ പേര് ലിൻഡോ എന്ന CPM-ന്റെ തിരുവമ്പാടി MLA. ആ ആളുകളുമായിട്ട് ഞങ്ങൾക്ക് സംവദിക്കാൻ കഴിയുമോ? ഈ ആളുകളുമായിട്ട് ഞങ്ങൾക്ക് സംവദിക്കാൻ കഴിയില്ല. ഇതിന് ഉദ്ഘാടന സമ്മേളനത്തിൽ പേരെടുത്ത് BJP-ക്കെതിരായിട്ട് ഒരു വാക്ക് പോലും പറയാത്ത ആളുകൾക്കെതിരായിട്ട് ഞങ്ങൾക്ക് സംവദിക്കാൻ കഴിയില്ല മതനിരപേക്ഷതയെ പറ്റി. BJP-യെ വളർത്തിയാലും കോൺഗ്രസിനെ ഇല്ലാതാക്കണമെന്ന് വിചാരിക്കുന്ന പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രി ഈ രാജ്യത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 24% വോട്ടുള്ള മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിനോടൊപ്പം സഖ്യം വേണ്ട എന്ന് കേരളത്തിൽ നിന്നുകൊണ്ട് പറയുന്ന പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, വിജയരാഘവൻ, MA ബേബി, ഇവരോടാണോ ഞങ്ങൾ ഈ രാജ്യത്തെ BJP വിരുദ്ധത്തെ പറ്റി പറയുന്നത്? ഉത്തർപ്രദേശ് പറഞ്ഞു. അങ്ങനെ BJP-ക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പൂർത്തീകരിക്കട്ടെ. ഞാൻ പറഞ്ഞതിന് ശേഷം, അതായത് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ BJP ഇതര സംസ്ഥാനങ്ങൾ ഈ BJP ഇതര പാർട്ടികളെ കൂട്ടാൻ ശ്രമിക്കുമ്പോൾ അവിടെയെല്ലാം ഒവൈസിയെ പോലെ
പിന്നെ അതുപോലെയുള്ള ഒരുപാട് BJPയുടെ B ടീമായിട്ടുള്ള ഏജൻസിനെ പോലെ അവിടെ വന്ന് BJP വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുന്ന ആളുകളുമായിട്ട് ഞങ്ങൾ എന്ത് തരം സംഘപരിവാർ വിരുദ്ധത, എന്ത് തരം ഫാഷിസ്റ്റ് വിരുദ്ധതയെ പറ്റി സംസാരിക്കണം എന്ന് പറയുന്നത്? പിന്നെ ഫാഷിസ്റ്റ് വിരുദ്ധത ഇവരോടൊപ്പം സംസാരിക്കാൻ പറ്റുമോ? ലോകത്തിൽ ഏറ്റവും അധികം ആളുകളെ കൊന്ന പട്ടികയിലെ 1-ാം പേരുകാരൻ സ്റ്റാലിൻ തന്നെയല്ലേ? ഇനി കൂട്ടത്തിലുള്ള ട്രോട്സ്കിയെ കൊന്ന സ്റ്റാലിന്റെ ലെനിന്റെ പ്രത്യയശാസ്ത്രവുമായി ഞങ്ങൾ ഏത് തരത്തിൽ കേരളത്തിൽ ഞങ്ങളുടെ കൃപേഷിനെ വെട്ടിക്കൊന്നതിന് ശേഷം ഞങ്ങൾ കൂടി കൊടുക്കുന്ന പൊതുഖജനാവിൽ നിന്ന് 88 ലക്ഷം ആളുകളുമായിട്ട് ഒരു ജനാധിപത്യ സംവാദത്തിനും ഞങ്ങൾ തയ്യാറല്ല. സെമിനാറിന് വിളിക്കുന്നില്ല സാർ. സെമിനാറിന് വിളിച്ചോ? ആ ചോദ്യം വരുന്നത് പഴയ ചോദ്യം വരുന്നത് ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന മാധ്യമ പ്രവർത്തകനിൽ നിന്നല്ല, പഴയകാല SFI നേതാവിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. ഈ വിഷയവുമായിട്ട് ബന്ധമില്ലാത്ത ഞാൻ SFIക്കാരൻ, ജേക്കബ് ജോർജ് SFIക്കാരൻ, ശ്രീകുമാർ SFIക്കാരൻ, ലാൽകുമാർ SFIക്കാരൻ, എന്താണ് പോട്ടെ താങ്കൾ കോളേജിൽ SFIക്കാരനല്ലേ? ആയിരുന്നു. എന്താണ് കോളേജിൽ SFI? ഞാൻ ചോദിച്ച വസ്തുതാപരമല്ലേ? താങ്കൾ കോളേജിൽ SFIക്കാരനല്ലേ? ഞാൻ സംഘടനാ പ്രവർത്തകനായിരുന്നേ, അതിന്റെ കരുത്തനിക്കുണ്ടെന്നേ, അത് ഞാൻ മറച്ചു വെച്ചിട്ടില്ല എന്നേ എന്റെ ഫേസ്ബുക്ക് ഞങ്ങളുടെ ആളുകളെ കൊന്നവരുമായിട്ട് ഞങ്ങൾക്ക് സംവാദമില്ല സാർ. ഓക്കെ, ശ്രീ ലാൽകുമാർ, ഞങ്ങളെ കൊന്ന ആളുകളുമായിട്ട് ഞങ്ങൾക്ക് സംവാദമില്ല സാർ. ശരി, ശ്രീ ലാൽകുമാർ, ഞങ്ങളെ കൊന്ന ആളുകളുമായിട്ട് ഞങ്ങൾക്ക് സംവാദമില്ല. ലാൽകുമാർ, ഹാഷ്മി, ഞാൻ സംസാരിക്കില്ല. എനിക്ക് സംസാരിക്കാനുള്ള സമയത്ത് മറ്റൊരാൾ ഇടപെടാൻ പാടില്ല. ഹാഷ്മി ഒട്ടും മിണ്ടാൻ പാടില്ല, എങ്കിലേ ഞാൻ സംസാരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് സമയം വേണ്ട. ഇല്ല പറഞ്ഞോളൂ. ഇതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രോളിറ്റേറിയൻ റവല്യൂഷനെ കുറിച്ചും ക്ലാസ് റവല്യൂഷനെ കുറിച്ചും മാർക്സിന്റെ ചിന്താഗതിയെക്കുറിച്ചും ധാരണ നമുക്കുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ത്യൻ മാർക്സിസത്തെ കുറിച്ച് വലിയ ധാരണ കിട്ടിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. കാരണം ജനകീയ ജനാധിപത്യത്തിൽ ഇടപെട്ടാണ് നമ്മൾ ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതെന്ന് നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് വായിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കുഴപ്പമില്ല, അത് വായിച്ച് ഞാനൊരു ആരോപണമായിട്ട് ഉന്നയിച്ചെന്ന് മാത്രം കരുതിയാൽ മതി. പിന്നെ ഞങ്ങൾ മോശക്കാര്, പ്രോളിറ്റേറിയൻ റവല്യൂഷൻ ഉള്ള ആൾക്കാർ, ഞങ്ങൾക്ക് ജനാധിപത്യമില്ല. പക്ഷെ ഞങ്ങളുടെ 60 പേരെ കൊണ്ട് ചെന്നപ്പം 2004 വേണ്ട എന്ന് പറയാനുള്ള ഒരു മടിയും ഇവർ ഒന്നും പറഞ്ഞില്ലല്ലോ. ഓടി വാന്ന് പറഞ്ഞ് കയറി അകത്തിരിക്കാനല്ലേ മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയോട് പറഞ്ഞത്. ഞങ്ങൾ അന്നും പ്രോളിറ്റേറിയൻ റവല്യൂഷൻ അല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അന്ന് ഇവർക്ക് വേണ്ടെന്ന് ഇവർ പറഞ്ഞില്ലല്ലോ. വേണ്ടെന്ന് പറഞ്ഞില്ല, ധൈര്യമായിട്ട് നിങ്ങൾ പറയണമായിരുന്നു. ഞങ്ങൾ രാഹുൽ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല. If you get a chance, you can speak then. No, I won't allow. ഇല്ല, ഇടപെടാൻ ഞാൻ സമ്മതിക്കത്തില്ല. വേണ്ട, അനുവാദം ഇല്ല. That means ഞാൻ പെർമിഷൻ തന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, കാര്യം എന്റെ ഫ്ലോ അതുകൊണ്ടാണ്. ഈ പറയുന്ന 2004 60 പേരെയും കൊണ്ട് നമ്മൾ ചെന്നപ്പം മൻമോഹൻ സിംഗിന് സീതാറാം യെച്ചൂരി മോശമില്ലായിരുന്നു, ഹർകിഷൻ കിങ് സുർജിത്ത് പ്രശ്നമില്ലായിരുന്നു, ആരും പ്രശ്നമില്ലായിരുന്നു. അന്ന് കമ്മ്യൂണിസ്റ്റുകാരന്റെ വോട്ടിനും കമ്മ്യൂണിസ്റ്റുകാരന്റെ സീറ്റിനും പ്രശ്നമില്ലായിരുന്നു. ഇന്ന് അവൻ ജനാധിപത്യ വിരുദ്ധവനാകുന്നു അല്ലേ? അത് ജനങ്ങൾ കേൾക്കട്ടെ. ഇവർ നമ്മുടെ നടുക്കണ്ടത്ത് നിന്ന് തന്നെയാണ് 2004 തൊട്ട് 2009 വരെ ഭരിച്ചതെന്ന്. ഇവർ മാന്യമായി അന്തസ്സായിട്ട് ഭരിച്ചെന്ന്. ഒരാളും മൂത്രമൊഴിക്കാൻ പോയപ്പം ഇവിടുത്തെ പാർലമെന്റിലെ ഭൂരിപക്ഷം പോകുന്നു കമ്മ്യൂണിസ്റ്റുകാരനെ ഇവനെ സപ്പോർട്ട് ചെയ്തപ്പം വന്നിട്ടില്ല. ഉണ്ടോ? ഇല്ല. പിന്നെ ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ ഞങ്ങളൊക്കെ പിൻവലിക്കും. പക്ഷെ നിങ്ങളെ പിൻവലിച്ചതിന് കാരണവും ഞങ്ങൾക്കുണ്ട് ആശയപരമായി. പിന്നെ ഈ പറയുന്ന കോൺഗ്രസ്സുകാരുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുമായിട്ട് ഫാസിസത്തെ കുറിച്ച് പറയുന്നു. ആര് പറയുന്നു? ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ വാസറ്റോമി വരെ ചെയ്ത ദ്രോഹിച്ച ആൾക്കാര് അല്ലേ? ഇന്ദിരാഗാന്ധി എന്താണ് ഈ നാട്ടിൽ ചെയ്തത്? എന്താ ജനാധിപത്യത്തിലെ പുഷ്പിക്കുന്ന സാധനം അല്ലേ അടിയന്തരാവസ്ഥ? അത്രത്തോളം കാണിച്ച ഒരു വൃത്തികേട് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പറയാൻ പറ്റുമോ? പണ്ഡിറ്റ് നെഹ്റുവിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ നശിപ്പിച്ച ആളല്ലേ ഇന്ദിരാഗാന്ധി? അതിന് നിങ്ങൾക്കൊന്നും പറയാനില്ല. അപ്പൊ ജനാധിപത്യ ഫാസിസം എന്ന് പറഞ്ഞ സാധനം വേറൊരു സാധനവും നിങ്ങളുടെ കാര്യം വരുമ്പോൾ നല്ല പഴുത്ത മാങ്ങാവുള്ള സാധനം അങ്ങനെ അങ്ങ് പറഞ്ഞു പഠിക്കരുതേ നിങ്ങൾ പറയുന്നത്. പിന്നെ അടുത്തത്, നമുക്ക് വർഗീയതയെ കുറിച്ച് വെൽഫെയർ പാർട്ടിയുടെ കീഴെ പോയി നിന്ന ആൾക്കാരാണ് ഈ പറയുന്നത്. നിങ്ങൾ വെൽഫെയർ പാർട്ടിയുടെ കീഴെ പോയല്ലേ? ഈ പറയുന്ന അയോധ്യ രാമക്ഷേത്രം പണിയാൻ നേരത്ത് ഈ പറയുന്ന നിങ്ങളുടെ പ്രിയങ്ക ഗാന്ധി ചൂട്ടും കൊണ്ട് ആദ്യം ഓടി ഇവിടുത്തെ മുസൽമാന്റെ അവന്റെ വേദനയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചില്ല. നിക്ക് ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് എന്നെ ഇത്ര ബുദ്ധിമുട്ടാണ്? നിങ്ങൾ ഇത്ര നേരം പ്രസംഗിച്ചല്ലോ. നിങ്ങൾ പ്രസംഗിച്ചപ്പോൾ ഞാൻ മിണ്ടിയോ? രാഹുൽ മാങ്കൂട്ടത്തിലൂടെ പ്രസംഗിച്ചപ്പോൾ ഞാൻ ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ.
നിങ്ങൾ പറയുന്ന എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. ഞാനത് കഴിഞ്ഞ് ഞാൻ ഇടപെട്ട് സംസാരിക്കത്തില്ല. നിങ്ങൾക്ക് എന്നെ എങ്ങനെ വേണേൽ കൗണ്ടർ ചെയ്യാം. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടുത്തെ മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ സിമ്പിളായിരുന്നു ബാബറി മസ്ജിദ്. കാര്യം എന്താ? രാമൻ ഇരിക്കുന്ന സ്ഥലത്ത്, രാമൻ ജനിച്ച സ്ഥലത്ത് ഒരു മുസ്ലിം പള്ളി നിൽക്കുന്നു എന്നുള്ളത്. അതിൽ മേലൊരു മതനിരപേക്ഷത ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അതിന്റെ പിക്ചർ. പക്ഷെ കുഴപ്പം എന്താ? നിങ്ങളുടെ ആൾക്കാർ ഈ രാജ്യം ഭരിക്കുമ്പോൾ അത് പൊളിച്ചു കളഞ്ഞു. നിങ്ങൾക്ക് തൊടാൻ പറ്റിയോ? എത്രയോ ഭാഷ അറിയാവുന്ന നരസിംഹറാവുന് ഒരു ഭാഷയിൽ അത് പൊളിക്കരുതെന്ന് പറയാൻ പറ്റിയോ? നിങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ? നിങ്ങൾ ഇതൊക്കെ ആരാണ്? അവസാനം ഒന്നും കൂടെ ഇതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. പ്രണബ് കുമാർ മുഖർജി RSSന്റെ കേന്ദ്രത്തിൽ പോയി. ഇവിടെ ഒരു കോൺഗ്രസ്സുകാരനും അത് തെറ്റാന്ന് പറഞ്ഞില്ല. ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാവോ? ഇപ്പൊ ഒരു പ്രശ്നമില്ല. അത് നിങ്ങൾക്ക് പ്രശ്നമാകില്ല. പിന്നെ അടുത്തത്, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു കോൺഗ്രസ്സുകാരൻ ഏത് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയാലും അവസാനം അവൻ ചെന്ന് കയറുന്നത് BJPയുടെ പാളയത്തിലായിരിക്കും. അതെന്നാ നിങ്ങൾ പറഞ്ഞാൽ ഇവൻ BJPയിലേക്ക് പോയി, ഇത്ര MLA BJPയിലേക്ക് പോയി. നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും പാർട്ടി പോകുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ ഈ രാജ്യത്ത് പലയിടത്തും ഇല്ല. പക്ഷെ നിങ്ങൾക്ക് മറ്റുള്ള പാർട്ടിയിൽ, ഇപ്പം സമാജ്വാദി പാർട്ടിയിൽ കോൺഗ്രസ്സുകാരൻ ചേർന്നു ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കേട്ടിരിക്കുന്ന BJPക്കാരൻ. ശ്രീകുമാർ KV തോമസ് ആ പരിപാടിയിൽ പോയി എന്നിരിക്കട്ടെ, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞു എന്നും ഇരിക്കട്ടെ, 2-3 ദിവസം ചർച്ച കഴിഞ്ഞാൽ അത് അങ്ങനെ അങ്ങ് പോകേണ്ട ഒരു ഇഷ്യൂവിനെ അത് വല്ലാതെ വളർത്തി, വല്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ച് അദ്ദേഹത്തിന് ആസ്തി പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞ്, പ്രഖ്യാപിത ശത്രു എന്നൊക്കെ പറഞ്ഞ് ഇത് വലിയ ഇവൻ്റാക്കി യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ തന്നെയല്ലേ ശ്രീകുമാർ? ഹലോ. അല്ല ഹാഷ്മി, അതിൽ വേറൊരു കാര്യമുണ്ട്. അതായത് തോമസ് മാസ്റ്റർ അവിടെ പ്രസംഗിച്ച് പിണറായി വിജയനെ അന്ധമായി പുകഴ്ത്തി എന്ന് കോൺഗ്രസിന് തോന്നിയതുകൊണ്ടാണ് KPCC പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞത്. അല്ല, അതിന് മുൻപ് അതിന് മുൻപ് ഇതിലേക്ക് പോവുകയാണെങ്കിൽ പുറത്താക്കും എന്ന് പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അല്ല, പോവുകയാണെങ്കിൽ KPCC പ്രസിഡന്റ് പറഞ്ഞത് പോവുകയാണെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് പൊക്കോട്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെ പൊക്കോട്ടെന്നാണ് പറഞ്ഞത്. അതൊക്കെ അങ്ങനെ പറയണം. ഞങ്ങൾ ഇതൊരു പാർട്ടി കാര്യമല്ലേ ഹാഷ്മി? ഒരു പാർട്ടി സംവിധാനം ഉള്ളപ്പോൾ ആ പാർട്ടി നേതാവിനോട്, അതേ AICC മെമ്പറാണ്, AICC അംഗത്തോടെ പോകരുതെന്ന് പറഞ്ഞാൽ മറ്റ് 2 പേരും അനുസരിച്ചു, ഒരാൾ അനുസരിക്കുന്നില്ല. അപ്പോൾ അനുസരിക്കാത്ത ആളെക്കുറിച്ച് എന്ത് പറയണം? അപ്പോൾ അതുകൊണ്ടാണ് പാർട്ടി അങ്ങനെ തീരുമാനമെടുത്തത് എന്ന് ഞാൻ കരുതുന്നു. കാരണം KPCCക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല, അതിൽ കടുത്ത നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നതും. കാരണം പാർട്ടിക്കൊരു വെയിറ്റ് ഇല്ലേ? പാർട്ടിയാണല്ലോ വലുത്, തോമസ് മാഷ് അല്ലല്ലോ. പിണറായി വിജയൻ്റെ വേദിയിൽ പോയിട്ട് പിണറായി വിജയനെ പുകഴ്ത്തുന്ന ആളെ എന്തിനാണ് കോൺഗ്രസിന് എന്ന് കോൺഗ്രസ് പ്രവർത്തകർ ചോദിച്ചാൽ അതിന് നാളെ KPCCക്ക് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ടാണ് KPCC പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ അത് പാർട്ടി നടപടിക്രമങ്ങളുടെ കാര്യത്തിലൂടെ മാത്രമേ അത് പോവുകയുള്ളൂ. ഞാനിവിടെ വേറൊരു കാര്യം എനിക്ക് പറയേണ്ടതുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞ ആൻ്റണിക്കെതിരെ ഒരു മുനവെച്ച കാര്യം ഞാൻ പറഞ്ഞു. മുനവെച്ച കാര്യം പറഞ്ഞതല്ല, ആൻ്റണി ആണല്ലോ അധ്യക്ഷൻ എന്ന് ഞാൻ പറയാൻ കാരണം KPCC പ്രസിഡന്റ് ആയിരിക്കെ AK ആൻ്റണി ഒരാൾക്കെതിരെ മാത്രമേ അച്ചടക്ക നടപടി എടുത്തിട്ടുള്ളൂ. അത് ശ്രീ MP ഗംഗാധരനെതിരെയാണ്. അതിനുശേഷം ആൻ്റണി അച്ചടക്ക സമിതിയിലെ കേന്ദ്ര കമ്മിറ്റി ചെയർമാനായ ശേഷം അദ്ദേഹം പാർട്ടി അച്ചടക്കം ലംഘിച്ച ഒരുപാട് പേരെ തിരിച്ച് മാപ്പ് പറയിച്ച് തെറ്റ് തിരുത്തിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണൊരു ഗാന്ധി ശൈലി. അങ്ങനെ KV തോമസ് മാഷ് നാളെ നിരുപാധികം മാപ്പെഴുതി കൊടുത്ത് ഞാൻ തെറ്റ് ചെയ്തു, എനിക്ക് അബദ്ധം പറ്റി, ഞാൻ മേലിൽ കോൺഗ്രസിനെ ഇങ്ങനെ ഇകഴ്ത്തില്ല, എനിക്ക് പറ്റിയ അബദ്ധത്തിൽ എനിക്ക് മാപ്പ് തന്ന് എൻ്റെ പാർട്ടി ഉൾക്കൊള്ളണം എന്ന് KV തോമസ് മാഷ് പറഞ്ഞാൽ അത് കോൺഗ്രസ് അംഗീകരിക്കണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്. KV തോമസ് മാഷ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് CPMൻ്റെ സെമിനാറിൽ പോയി എന്നുള്ളതല്ല, ആ സെമിനാറിൽ പോയിട്ട് കോൺഗ്രസിനെ ഇകഴ്ത്തി എന്നുള്ളതാണ്. കോൺഗ്രസിനെ ഇകഴ്ത്തി എന്നുള്ളതല്ല, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം ശ്രീ നേരത്തെ രാഹുൽ പറഞ്ഞ പോലെ കണ്ണൂർ എന്നുള്ള ആ ഒരു ജില്ലയുണ്ട്, അവിടെ ഒരുപാട് രക്തസാക്ഷികൾ കോൺഗ്രസിൻ്റെ ഉണ്ട്. ആ രക്തസാക്ഷികളുടെ മണ്ണിൽ പോയിട്ട് കോൺഗ്രസിൻ്റെ എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും സ്വീകരിച്ച കേന്ദ്രമന്ത്രിയായ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഏറ്റവും അടുത്ത ബന്ധമുണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു നേതാവ് പോയിട്ട് ഒരു ചുമന്ന ഷാൾ സ്വീകരിക്കുമ്പോൾ, ആ ചുമന്ന ഷാൾ സ്വീകരിച്ചിട്ട് നാളെ ഇദ്ദേഹം എവിടെ ഉണ്ടാകും എന്നറിയില്ല, എവിടെ ഉണ്ടായാലും ഇല്ലെങ്കിലും ഞങ്ങൾ സംരക്ഷണം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് മതേതരത്വത്തെക്കുറിച്ച് വേദിയൊരുക്കിയ CPM യേശുക്രിസ്തുവിൻ്റെ പടം തോമസിന് കൊടുത്ത ഒരു വേദി, അതൊക്കെ ചർച്ചയാവണം. അങ്ങനെ ചർച്ചയാവണമെങ്കിൽ വെട്ടൊന്ന് മുറിരണ്ട് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നാളെ പറഞ്ഞത് AK ആന്റണി അധ്യക്ഷനായുള്ള അച്ചടക്ക സമിതി ഇദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യത്തിനുള്ള ഉത്തരം, അതിൽ ഈ യേശുക്രിസ്തുവിൻ്റെ ചിത്രം, തോമസിന് കൊടുത്ത ചിത്രം, എന്തുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ ചിത്രം കൊടുത്തില്ല, എന്തുകൊണ്ട് ഒരു മഹാഭാരത യുദ്ധത്തിൻ്റെ ചിത്രം കൊടുത്തില്ല, എന്തുകൊണ്ട് ശ്രീരാമചരിതം കൊടുത്തില്ല? അപ്പോൾ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരു നേതാവിനെ യേശു ക്രിസ്തു, ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു നേതാവിനെ
നമ്മൾ അവസാനം അങ്ങനെ ശ്രദ്ധിക്കുന്നത് കൊടുക്കുന്ന ജേക്കബ് ആ ഒരു ജോർജ് സംസ്കാരം കൂടി തുറന്ന് ഗത്സമൻ കാണിക്കപ്പെടണം. തോട്ടത്തിൽ തനിച്ചിരിക്കുന്ന അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ഇങ്ങനൊരു അവസാന തീരുമാനം പ്രാർത്ഥനയാണ് അത്. അതിനുശേഷം അദ്ദേഹത്തെ കുരിശിലേറ്റുകയാണ്. അതിന്റെ വ്യംഗ്യം എന്താകും ഈ ഗത്സമൻ തോട്ടത്തിലെ ഏകനായിരിക്കുന്ന ക്രിസ്തുവിന്റെ ചിത്രത്തിന്റെ? എന്നോടാണ്. അതെ അതെ. അല്ല, ക്രിസ്തുവിൻ്റെ ചിത്രം കൊടുത്തത് ഉചിതമായി. അതിനകത്ത് രാഷ്ട്രീയം ഞാൻ പറയാം. കേട്ടോ ശ്രീകുമാർ, നമ്മൾ പക്വതയോടുകൂടി രാഷ്ട്രീയം പറയണം. അല്ലാതെ ജേക്കബ് ജോർജ് എസ് എഫ് ഐക്കാരനാണ് ആയിരുന്നു, ഹാഷ്മി എസ് എഫ് ഐക്കാരനായിരുന്നു എന്നൊക്കെ പറയുന്നത് തരം താണ നമ്മുടെ ഒരു നിലവാരത്തിന് യോജിച്ചതല്ല. ഞാനിതിന് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ മാതൃഭൂമിയാണ് പത്രപ്രവർത്തനാക്കിയത്. ഞാൻ മാതൃഭൂമി ചേർന്നു. കാര്യവട്ടത്ത് ഞാൻ SFI ഉൾപ്പെടുന്ന ഇടതുപക്ഷ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അന്ന് പ്രിയദാസ് ചെയർമാനായിരുന്നു. പ്രിയദാസ് ആയിരുന്നു യൂണിയൻ ചെയർമാൻ. പ്രിയദാസും SFI ഒന്നും ആയിരുന്നില്ല. ഞങ്ങൾ ആ SFI നേതൃത്വം കൊടുത്ത മുന്നണിയുടെ ഭാരവാഹികളായിരുന്നു ഞങ്ങൾ കാര്യവട്ടത്ത്. അത് കഴിഞ്ഞ് ഞാൻ മാതൃഭൂമി ചേർന്നു. മാതൃഭൂമിയിൽ എന്നെ ഗ്രൂം ചെയ്തത് NN സത്യവർദ്ധൻ, P രാജൻ, വേണുവേട്ടൻ തുടങ്ങിയ പ്രഗത്ഭമതികളായ കേരളത്തിലെ പത്രപ്രവർത്തകരാണ്. നമ്മളെ നിഷ്പക്ഷ രാഹുൽ, ബഹുമാനപ്പെട്ട രാഹുൽ, ഇതുപോലെയൊക്കെ വർത്തമാനം പറയാൻ പഠിക്കണം രാഹുൽ. രാഷ്ട്രീയ നേതാക്കന്മാർ പക്വതയോടെ, നിങ്ങൾ ഈ പറയുന്ന സംസാരമുണ്ടല്ലോ, ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. ദേശീയ തലത്തിൽ BJPക്കെതിരെ ഒരു മുന്നണി ഉണ്ടാക്കാൻ പാടുപെടുന്ന കോൺഗ്രസ് ദേശീയ നേതാക്കൾ അവരൊക്കെ പാടുപെടുകയാണ്. അപ്പോഴാണ് നിങ്ങൾ ആ ലക്ഷ്യത്തെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. CPM ഉൾപ്പെടെ നിങ്ങൾ അപക്വമായ രീതിയിൽ എൻ്റെ അടുത്ത് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഒരു പക്വതയില്ലാത്ത ആളാ. നേർപകുതി പ്രായമുള്ള ഞാൻ സംസാരിച്ചപ്പോൾ ഇടപെട്ട താങ്കൾ എനിക്ക് പക്വതയില്ലെന്ന് പറയുമ്പോൾ താങ്കൾക്ക് എന്താണുള്ളത്? നിങ്ങളെക്കുറിച്ച് വ്യക്തിപരമായി ആക്ഷേപിച്ചപ്പോഴാണ്. നിങ്ങൾക്കറിയുമോ, ഒരു കാലത്ത് ആന്റണി പക്ഷത്തിന്റെ പ്രധാനപ്പെട്ട വ്യക്തിപരമായ ആക്ഷേപമാകുന്നത് നിങ്ങൾ ആക്ഷേപിച്ച പറഞ്ഞത്. നിങ്ങളുടെ ഭാഷ ആക്ഷേപത്തിന്റെ ഭാഷ. നിങ്ങളുടെ ഭാഷ നിങ്ങളെ ആക്ഷേപത്തിന്റെ വാക്കുകളാണ് എനിക്കെതിരെ പ്രയോഗിച്ചത്. നിങ്ങൾ ആക്ഷേപത്തിൽ നിന്ദ്യമായിട്ടാണ് എനിക്കെതിരെ സംസാരിച്ചത്. നിങ്ങളിവർ SFIക്കാരനല്ലേ? കാശ്മീർ ചോദിക്കുകയാണ് എന്ന് ചോദിക്കുന്നത് നിന്ദ്യമാണ്, നീചമാണ്. അതാണ് ഞാൻ പറയുന്നത്. അത് മഹാഭാവമൊന്നുമല്ലെന്നേ. ഞാൻ യൂണിയൻ ചെയർമാനായിരുന്നു, സംഘടനാ പ്രവർത്തനത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളത് എന്റെ വ്യക്തിത്വത്തെയും പോകുന്ന വ്യക്തിത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരുത്താണെന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നു. രാഹുൽ പറഞ്ഞു പൂർത്തിയാക്കും പ്ലീസ്. ശരി, രാഹുൽ പറഞ്ഞു പൂർത്തിയാക്കും. ഞാൻ പറയട്ടെ, ശ്രീ ഹാഷ്മി, ശ്രീ ജേക്കബ് ജോർജ് എന്ന് പറയുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകൻ എന്ന് മാത്രം എഴുതി വെച്ചേക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണ. ഒരു കാലത്ത് SFIക്കാരനായി എന്നതിനർത്ഥം ജേക്കബ് ജോർജ് എന്റെ അതിഥിയായിരുന്നു. ജേക്കബ് ജോർജ് ഞാൻ വിളിച്ച എന്റെ അതിഥിയാണ്. അദ്ദേഹം ഞങ്ങളുടെ പത്രത്തിൽ ദീർഘകാലം വർക്ക് ചെയ്ത മാധ്യമ പ്രവർത്തകനാണ്. അത് കാരണം പണ്ട് SFIക്കാരനായ നിങ്ങൾ SFIക്കാരൻ അതൊന്നും പറയണ്ട എന്ന വാദമൊന്നും വേണ്ട. അതൊന്നും വേണ്ട. ശരി ശരി ശരി, ഞാൻ പറയാം. സമയം പൂർണ്ണമായി കഴിഞ്ഞു. മാധ്യമപ്രവർത്തകനായിട്ട് അവതരിപ്പിക്കുമ്പോൾ പൊള്ള നാണയങ്ങളെ ഞാൻ പറയും. എക്സ്പോസ് ചെയ്യേണ്ട ബാധ്യത ഇല്ല, സമയം പൂർണ്ണമായി കഴിഞ്ഞു. ഇല്ല നിങ്ങൾ എന്നിട്ട് പറഞ്ഞു. പിന്നെ എന്റെ കൺസൾട്ടൻസി പറഞ്ഞാലും എനിക്കൊരു പരാതിയില്ല. ലാൽകുമാറിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? ലാൽകുമാറിന് എന്തെങ്കിലും പറഞ്ഞോ? ശരി എന്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. എന്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. ഇല്ല ക്ഷമിക്കണം. ശ്രമിക്കുകയാണ്. എനിക്ക് കൺസൾട്ടൻസി ഉണ്ടെന്ന് പറയുന്നു. അത് അപഹാസ്യമാണ്. കാരണം കൺസൾട്ടൻസി കാശുണ്ടെങ്കിൽ ഞാൻ പിന്നെ സ്വകാര്യ മനുഷ്യനാണ്. അയാൾക്ക് കൊടുക്കാൻ തയ്യാറാണ്. ഓക്കെ സാർ, പറഞ്ഞു വ്യക്തമാക്കി. എന്തായാലും KV തോമസിന്റെ നടപടി സ്വീകരിക്കാൻ നാളെ അച്ചടക്ക സമിതി ചേരുകയാണ്. KV തോമസ് മാഷ് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്തേക്കോ എന്നുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസ് ഉറ്റുനോക്കുന്നത്. കാത്തിരുന്ന് കാണാം.